കിടിലൻ ഗുഡ് ഈവനിങ് ആദ്യം തന്നെ പറയട്ടെ. അപ്പം നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതുവരെ നിങ്ങൾക്ക് എക്സാം നടത്താതിരുന്ന 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് MSMEയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സുമാണ് അല്ലേ. അപ്പോൾ അതിലെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് പിന്നെ ഇന്റേണൽ ട്രേഡ് അല്ലേ ചാപ്റ്ററോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു +1 എന്ന് പറയുന്ന അതിലെ ബിസിനസ് സ്റ്റഡീസ് അങ്ങ് തീരാണ്. ഓക്കെ, ഗുഡ് ഈവനിങ് അഭിജിത്ത്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഇനി നമ്മുടെ എക്സാമിന് ഞാൻ മെയിൻ എക്സാം ആണ് കേട്ടോ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മോഡൽ എക്സാം അല്ല പറയുന്നത്. മെയിൻ എക്സാമിന് ഇനി നമുക്ക് 1 മാസം കഷ്ടിച്ച് ഉണ്ടെന്ന് തന്നെ പറയാം. 1 മാസം അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ഇരുന്ന് എക്സാം എഴുതുക എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. 1 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 1 മാസം നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കളഞ്ഞാൽ കിട്ടുന്ന മാർക്കിനേക്കാൾ നല്ല മാർക്ക് വാങ്ങിക്കാം. ഞാൻ ഭയങ്കര ഫുൾ മാർക്ക് വാങ്ങും, ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുവിധം ഈ ഒരു മാസം ഇരുന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. ഓക്കെ, പാസ്സാവണോ അല്ലെങ്കിൽ എങ്ങനെ പാസ്സാവണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ ഡബിളായിട്ട് തയ്യാറാണ്. ഞങ്ങൾ ഡബിൾ റെഡിയാണ്. ഞങ്ങൾ എപ്പോഴോ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉണ്ട്, അല്ലാതെ നമ്മുടെ സാധാരണ ബാച്ചും ഉണ്ട്. ഇപ്പം റിവിഷൻ സമയം ആയതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന് കൂടുതൽ അല്ലെങ്കിൽ റിവിഷൻ ബാച്ചസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ സമയത്ത് ഇനി 1 മുതലേ നമ്മുടെ നോർമൽ ബാച്ച് പോലെ തന്നെ ആദ്യമേ ഇരുന്ന് എല്ലാ ചാപ്റ്റേഴ്സും ഇരുന്ന് പഠിപ്പിക്കാനല്ല പോകുന്നത്. പകരം പഠിച്ച കാര്യങ്ങളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാനാണ് ഈ ചാപ്റ്റേഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്രാഷ് ബാച്ച് ഇപ്പോൾ ഓഫറാണ്, റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടുള്ള ഓഫറൊക്കെയാണ്. 1499 വെറും 1500 രൂപയേ വരുന്നുള്ളൂ ഒരു ബാച്ചിന്. വെറും 1500 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഹേ മിസ്, ഇനിയുള്ള ദിവസം കൊണ്ട് എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് മേടിക്കാൻ പറ്റുമോ? ഈ നല്ല മാർക്ക് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങൾ പഠിച്ചത് തോതനുസരിച്ചിരിക്കും. ഒന്നും പഠിക്കാത്ത കുട്ടിയാന്ന് വിചാരിക്കുക, ഒരു കാര്യവും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ PYQs ഇരുന്ന് പഠിക്കുക, PYQs നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം നന്നായിട്ട് ഒരു 70%ഓളം, ഒരു 70-60% നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അല്ലാതെ നമ്മൾ ആരും റോബോട്ടല്ല. നിങ്ങളുടെ ബ്രെയിനിന് ഇതൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള സമയം വേണം. അപ്പോൾ അതും കൂടെയൊക്കെ കണക്കിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല മാർക്ക് കിട്ടും, നല്ല മാർക്ക് തന്നെ കിട്ടും. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടത് ഹാർഡസ്റ്റ് ആയിട്ടുള്ള രീതിയിലാവരുത്, ഹാർഡ് വർക്ക് ആവരുത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രൈ ചെയ്യേണ്ടത്. ഹാർഡ് വർക്കിൻ്റെ സമയം കഴിഞ്ഞു, ഇനി അത് ഇട്ടിട്ട് കാര്യമില്ല, അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. പകരം സ്മാർട്ട് വർക്ക് ചെയ്യുക, അതായത് വെയിറ്റേജ് ചാപ്റ്റേഴ്സ് എടുക്കുക, അതിരുന്ന് പഠിക്കുക. പിന്നെ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വെയിറ്റേജ് ചാപ്റ്റർ എടുക്കുക, അതിരുന്ന് പഠിക്കുക. PYQs നോക്കുക, അതിരുന്ന് പഠിക്കുക. PYQsൽ വന്നിട്ടുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഏത് ഏരിയ നിന്നാണ് വന്നതെന്നുള്ളത് നോക്കുക. അതിരുന്ന് പഠിച്ചാൽ തന്നെ ഒരുവിധം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ? അതുപോലെ റിവൈസ് ചെയ്യുക, റിവിഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഏറ്റവും കൂടുതൽ റിവിഷൻ ആണ് വേണ്ടത്. അതായത് 1 ഷോട്ട് ആയിട്ട് ചാപ്റ്റർ പഠിക്കണം, അല്ലാതെ ഓരോ സ്ലൈഡ് ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിക്കാതെ ഒരു ചാപ്റ്റർ ക്യാപ്സ്യൂളായിട്ട് 1 ഷോട്ട് ആയിരുന്നു പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ കിട്ടുന്ന നോട്ടുകൾ, ഇതിൽ ഞാൻ തരുന്ന നോട്ടുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബാച്ചിൽ ഇതിലെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് വേണ്ട വർക്ക് നോട്ട്, വർക്ക് ചെയ്യാൻ വർക്ക് ഷീറ്റ് കാര്യങ്ങളുണ്ട് കേട്ടോ. വർക്ക് ഷീറ്റ് PYQ ഒക്കെ ഈ ബാച്ചിൻ്റെ അകത്തുണ്ട്. അതാകുമ്പോൾ നിങ്ങൾ PYQസിന് എവിടെയും പോയി തപ്പി തരേണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് സെറ്റ് ഉണ്ടാവും, ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, 300 രൂപയാണ് നമ്മുടെ ബുക്ക് സെറ്റിൻ്റെ വർത്ത് വരുന്നത്, അല്ല പ്രൈസ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് 30+ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 30+, 30+ ക്വസ്റ്റ്യൻസ്, PYQs, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്
അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ PYQസിന് എവിടെയും പോണ്ട. ഓക്കെ, ക്ലിയർ? +1 ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തു എന്നാണോ? എന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. താങ്ക് യു റിസ്വാൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി. ഞങ്ങളിപ്പോൾ ഇവിടെ കിടന്ന്, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എക്സാമിനുള്ള ഏത് ഫാക്കൽറ്റി ആണെങ്കിലും ഇവിടെ ഇരുന്ന് ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഉപകരിക്കണം. ഓക്കെ, ഉപകരിക്കണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ 60% തരുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ 40% ഇട്ടാൽ മതി. അതിട്ട് പഠിച്ചാൽ കിട്ടും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാന്നുള്ളത് അറിയോ? അതിന് മുൻപ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്രയൊന്നും അല്ല നമ്മുടെ കൊമേഴ്സുകാരെന്ന് പറയുന്നത്. +1 എക്സാം ടൈമാണ്. ഈ സമയത്തും കൊമേഴ്സുകാരെ കാണുന്നില്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് കാണേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിൽ പറയാം. സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ പോകുന്ന നമ്പർ ഉണ്ടല്ലോ, അതിലൊന്ന് പറയണേ. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ പറ്റുന്നത് റീഫ്രഷ് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാനിവിടെ പറയാം, ഞാൻ വിളിച്ചിട്ട് പറയാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു കുട്ടിക്ക് അല്ലാതെ വേറെ ആർക്കെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ ഒരുപാട് സംസാരിച്ചൊന്നും സമയം കളയുന്നില്ല. നമ്മൾ പഠിക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ചാണ്. ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, ഇന്റർനാഷണൽ ബിസിനസ്. അതിൻ്റെ തൊട്ട് മുൻപത്തെ ചാപ്റ്റർ അല്ലെ, 10ാമത്തെ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ് ഇന്റേണൽ ബിസിനസ് അല്ലെ, ഇന്റേണൽ ട്രേഡ്. എന്താണ് ട്രേഡ്? വാട്ട് യു മീൻ ബൈ ട്രേഡ്? അതിനുള്ള ആൻസർ ആരും എനിക്ക് കമൻസിൽ തരും. എന്താണ് ട്രേഡ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ട്രേഡ്? ഒന്ന് പറഞ്ഞേ. കൊമേഴ്സ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ് അല്ല, ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ് ആണ് കൊമേഴ്സ്. തിരിഞ്ഞുപോയി. അതായത് കൊമേഴ്സ് ഈക്വൽ ടു ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്, ഓക്സിലറീസ് ടു ട്രേഡ് ആണ് കൊമേഴ്സ്. അപ്പൊ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡ് എന്താണ്? ട്രേഡ് എന്തിനാണ് നമ്മൾ ട്രേഡ് എന്ന് പറയാ? കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തത് അശ്വിന് മാത്രമാണോ? വേറെ ആർക്കെങ്കിലും ചേരാൻ പറ്റാത്തതുണ്ടോ? മാളവിക പറഞ്ഞു, മാളവിക ആൻസർ പറഞ്ഞു. പക്ഷേ അതിൽ ട്രേഡ് എന്ന് മാത്രമായിട്ട് നമ്മൾ എന്തിനെ പറയും? കൊമേഴ്സിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ പറയാം? ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു ടേം എന്താണ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രക്രിയനെ മാത്രമാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുക. അവിടെ എന്താണ്? അവിടെ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അതിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് റിസോഴ്സസ് കളക്ട് ചെയ്യുന്നു, അതിനെ പല പ്രോസസ്സിലൂടെ പറ്റിയ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന പ്രോസസ്സ് ഒന്നും അവിടെ വരുന്നില്ല. അവിടെ ആകെ ഒന്ന് മാത്രമേ വരുന്നുള്ളൂ. ട്രേഡിൽ ഒന്നേ വരുന്നുള്ളൂ. അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നു, ഫൈനൽ ഗുഡ്സിനെ എടുക്കുക, അങ്ങോട്ട് വിൽക്കുക. ആരെങ്കിലും കസ്റ്റമർ ഉണ്ടോ, കസ്റ്റമർക്ക് കൊടുക്കുക. ബൈയിങ് ആൻഡ് സെല്ലിങ്, അതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഈ ട്രേഡ് എങ്ങനെയുണ്ട്? 2 രീതിയിൽ നടക്കാറുണ്ട് അല്ലേ? ഈ ട്രേഡ് 2 രീതിയിലാണുള്ളത്, 2 ലെവലുകളിലാണുള്ളത്. ഒന്ന് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ്, ഹോം ട്രേഡ്, ഡൊമസ്റ്റിക് ട്രേഡ് എന്നൊക്കെ നമ്മൾ പറയും. നാഷണൽ ട്രേഡ് എന്ന് വേണമെങ്കിലും പറയും, നാഷണൽ ട്രേഡ് എന്നൊക്കെ പറയും. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നതാണ് ഇന്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ് അല്ലേ? ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് അല്ലേ?
ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് എ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇന്റേണൽ ട്രേഡ് എന്ന് പറയും. പക്ഷെ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുടെ അതിർത്തിയിലേക്കാണ് ഈ വാങ്ങലും വിൽക്കലും നടക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയും. അല്ലേ? ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഹോം ട്രേഡ്. ബിസിനസ് ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് വിത്തിൻ ദ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ നേഷൻ. ഒരു രാജ്യ അതിർത്തിക്കുള്ളിൽ കിടന്നുകൊണ്ട് നടക്കുന്ന നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷനെയാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ്, ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ട്രേഡ് ആണ്. അല്ലേ? എക്സ്റ്റേണൽ ട്രേഡ് ആണ്. അവിടെ എങ്ങനെയാണ്? മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡ് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് വൺസ് ഓൺ കൺട്രി. ഒരാളുടെ രാജ്യത്തിന് അതിർത്തിക്ക് പുറത്ത് സാധനങ്ങളോ സേവനങ്ങളോ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നതിനെ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നു. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ മാനുഫാക്ചറിങ്ങും ഉൾപ്പെടും. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ ബൈയിങ്ങും സെല്ലിങ്ങും മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ദ ഇന്റർനാഷണൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. അല്ലെ, നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ സാധനങ്ങളും സേവനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് വെറും വസ്തുക്കൾ, ഒബ്ജക്ട്സ് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അല്ലെ, പൊതുവെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് വരാം. പക്ഷെ അത് മാത്രമല്ല ഇന്റർനാഷണൽ ബിസിനസിന്റെ അകത്ത് വരുന്നത്. ബട്ട് ഓൾസോ ക്യാപിറ്റൽ, മൂലധനം. അല്ലെ, മൂലധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇന്റർനാഷണൽ ആയിട്ടുള്ള രാജ്യത്തിന് പുറത്ത് ഒരു ബിസിനസ് സംരംഭത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. പേഴ്സണൽസ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട്മെന്റ്സ്, ടെക്നോളജി ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലൈക്ക് പാറ്റൻസ്. അല്ലെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പോലുള്ള പാറ്റൻസ്, അതുപോലെ ട്രേഡ് മാർക്സ്, നോഹ ആൻഡ് കോപ്പി റൈറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് ബിസിനസ്സിന് വേണ്ടി, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ സാധനങ്ങളും സേവനങ്ങളും മാത്രമല്ല സഞ്ചരിക്കുന്നത്. അല്ലെ, രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളെ ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിർത്തികളൊക്കെ കടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സാധനങ്ങൾ മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതുപോലെ ട്രേഡ്, പാറ്റന്റ്, അങ്ങനത്തെ മുതലായ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, പേഴ്സണൽസ്, റിസോഴ്സ് ഒക്കെ ഉണ്ട്. അല്ലെ, ക്ലിയർ? ടെക്നോളജീസ് ഒക്കെ എന്താണ്? ഇന്റർനാഷണൽ ബിസിനസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ചെയ്താൽ പോരെ? എന്തിനാണ് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നോക്കണേ? അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കും കൂടെ നമ്മുടെ സാധനങ്ങൾ കൊടുക്കണം എന്തിനാണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്താൽ പോരെ? അത് പോരെ? എന്തുകൊണ്ടാണ്? എന്താണ് നീഡ് ഫോർ എ ഇന്റർനാഷണൽ ബിസിനസ്? എന്തുകൊണ്ട് ഇന്റർനാഷണൽ ബിസിനസ് വേണം? എന്താണ് അതിന്റെ നീഡ്? പറയാവോ? എന്താണ് അതിന്റെ നീഡ് എന്ന് പറയാവോ? എന്തുകൊണ്ട് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് വേണം? അതിന്റെ റീസൺ ഫോർ ഇന്റർനാഷണൽ ബിസിനസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എടാ, ഇവിടെ കമന്റ്സിൽ പൊതുവെ ഇവിടെ കമന്റ്സിൻ്റെ അകത്ത് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ ഞാൻ ലൈവ് എടുക്കുന്ന സമയത്ത് അവൾ ജസ്റ്റ് എൻ്റെ ലൈവ് ജസ്റ്റ് ഒന്ന് ചുമ്മാ കാണാൻ വേണ്ടി കയറിയ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, പിള്ളേരൊക്കെ ഭയങ്കര സംസാരമാണ്, അതായത് വേറെ പല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, പിള്ളേർക്കൊന്ന് പഠിക്കണം എന്ന് താല്പര്യമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നാമത് ഞാൻ അവരെ കാണുന്നില്ല, ജസ്റ്റ് കേൾക്കുകയാണ്. പക്ഷേ പൊതുവേ ഇപ്പോൾ അവൾ പറഞ്ഞു, പൊതുവേ ഇപ്പോഴത്തെ കുട്ടികൾ അധികം, അതായത് നിങ്ങളുടെ ഈ ഒരു ഏജിൽ +1 അവളും ടീച്ചറാണ്, അവൾ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, പൊതുവേ കുട്ടികളൊക്കെ ഇപ്പം എങ്ങനെയാണ്, അതായത് ഓൺലൈനിൽ വന്നിരുന്ന് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ചാറ്റ് ചെയ്യുക, അതായത് ജസ്റ്റ് ഒരു ഹരം, അല്ലെങ്കിൽ ആരെയോ കാണുമ്പോൾ ഓൺലൈനിൽ ഇരുന്ന് ചാറ്റ് ചെയ്യുന്നു, ആ ഒരു ഇതിന് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പലരും പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ പഠിക്കണം, പരീക്ഷയിൽ പാസ്സാവണം, അങ്ങനത്തെ ചിന്തകളൊന്നും ഇപ്പോൾ പൊതുവെ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളും ആ കാറ്റഗറിയിലേക്ക് പോവരുത്. ഒരു മാസം എക്സാമിനുള്ളൂ. നിങ്ങളിപ്പോൾ നമ്മുടെ സാധാരണ പോലെ നമ്മുടെ ക്ലാസ് ഇപ്പോൾ എക്സാം തുടങ്ങിയ സമയം അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഓക്കെ, ആ സമയത്ത് ജസ്റ്റ് വന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് ആൾക്കാരെ പരിചയപ്പെടുന്നത് ഓക്കെ, ശരിയാണ്, അതിനൊന്നും തെറ്റ് പറയുന്നില്ല. പക്ഷെ ഈ ഒരു അവസാന നിമിഷവും, അത് ആരുടെ അവസാനം? എൻ്റെ അവസാനമല്ല, എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു. എടാ, നിങ്ങളുടെ അവസാനമാണ്, നിങ്ങൾക്ക് ഇനി ഒരു മാസമേ ഉള്ളൂ, എനിക്കല്ല.
ആ നിങ്ങളുടെ ഒരു അവസാന നിമിഷം പോലും നിങ്ങൾ ഇത്ര റെസ്പോൺസിബിൾ അല്ല, ഇറസ്പോൺസിബിൾ ആയിട്ട് എന്തോ ഏതോ നടക്കട്ടെ, ക്ലാസ് നടക്കുന്നുണ്ട് പക്ഷെ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഡെയിലി വരുന്നുണ്ട് ക്ലാസ് കാണാനെന്നാണെങ്കിൽ, എടാ എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം സുഖമായി നടക്കുന്നുണ്ട്, കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി പോകുന്നുണ്ട്, കാരണം ഞാൻ പഠിച്ച് പാസ്സായി ജോലി കിട്ടി സാലറി വാങ്ങി എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിനൊന്നും പറ്റാതെ നിൽക്കാൻ പോണത് നിങ്ങളാണ് ഇപ്പോൾ ഇങ്ങനത്തെ കളി കളിച്ചാൽ. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ, അല്ലെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. വേണമെങ്കിൽ ചെയ്യുക, ആരും നിർബന്ധിക്കണില്ല, വേണമെങ്കിൽ ചെയ്യുക. വെറുതെ ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ ഒക്കെ എന്താ ഓൾറെഡി പഠിക്കാൻ വേണ്ടി വരുന്ന പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ. വെരി ഗുഡ് മാളവിക, എനിക്ക് സന്തോഷമുണ്ട്, നീ എങ്കിലും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അല്ലേ, എന്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഒരു നീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ലേ, എല്ലാ സ്ഥലങ്ങളിലും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വ്യത്യസ്തമായിരിക്കും. അല്ലേ, ഇപ്പൊ ചില സ്ഥലങ്ങൾ എന്ന് പറയും, ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്നു, എന്തുകൊണ്ട് നമ്മൾ കോളനീകരിക്കപ്പെട്ടല്ലേ, അവരുടെ കൊളോണിയലൈസേഷനിൽ നമ്മൾ പെട്ടു, കാരണം നമ്മളവിടെ ഒത്തിരി റിസോഴ്സസ് ഉണ്ട്, പണിയെടുപ്പിക്കാൻ ആളുകളുണ്ട്. അല്ലേ, അവരുടെ പല നാട്ടുകളിലും കിട്ടാത്ത പലതും ഇവിടെയുണ്ട്, ഇവിടെ കിട്ടാത്ത പലതും വേറെ സ്ഥലങ്ങളിലുണ്ട്. അല്ലേ, അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസും റിസോഴ്സസും എല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ഇല്ല, അവൈലബിൾ അല്ല. പിന്നെ വേറൊരു കാര്യം മാളവിക പറഞ്ഞതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. അല്ലേ, അതായത് നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രിയാണ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന രാജ്യങ്ങളുണ്ട്, അതുപോലെ ഡെവലപ്ഡ് നേഷൻസും ഉണ്ട്. ഈ ഡെവലപ്ഡ് നേഷൻസ് ആകുമ്പോൾ അവിടെ എനിക്ക് ഒരാളെ കൊണ്ട് ജോലി ചെയ്യിക്കണം എന്നാണെങ്കിൽ എനിക്ക് അയാൾക്ക് ഒരു ഡെയിലി വേജ് ആയിട്ട് ഒരു 2500 രൂപ ഒരു ദിവസം കൊടുക്കണം എന്നാണെങ്കിൽ, ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഞാൻ കരാറ് കൊടുത്ത് എൻ്റെ ബിസിനസ്, ഇപ്പം ഞാൻ അമേരിക്കയിലുള്ള ബിസിനസ് ചെയ്യണം, പക്ഷെ ഞാൻ ഇന്ത്യയിലേക്ക് എൻ്റെ പ്രൊഡക്ഷൻ മാറ്റി ഇവിടുത്തെ ഒരാൾക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് 2500 കൊടുക്കണ്ട, കാരണം ഇവിടെ അത്രമാത്രം ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ല. അല്ലേ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഭയങ്കര കൂടി നിൽക്കുകയല്ല, ഇവിടെ ചിലപ്പോൾ 1000 രൂപയിൽ കാര്യം സാധിക്കും. അല്ലേ, അപ്പം ചീപ്പായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ എനിക്ക് നടത്താൻ വേണ്ടി പറ്റും. ക്ലിയർ? അതുപോലെ ടെക്നോളജി, ഇതിലെല്ലാം എന്തുണ്ട്, ഇപ്പം നമ്മൾ ഇപ്പം അധികം ഈ ഔട്ട്സോഴ്സിങ് ചെയ്യണത് നമ്മൾ ഇന്ത്യൻ കമ്പനീസിലായിരിക്കും അധികം ആൾക്കാർ റിക്രൂട്ട് ചെയ്യുക. കാരണം നമ്മൾ പൊതുവേ നമ്മൾ ഇന്ത്യക്കാർ ഈ ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അധികം ഈ ടെക്നോളജി ടെക്കി ലെവലിലുള്ളതിലൊക്കെ എന്താണ് ആൾക്കാരെ പേഴ്സണൽസിനെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അല്ലേ, ഇതൊക്കെ എന്താണ്, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസിന്റെ നീഡ് എന്ന് പറയുന്നത്. അല്ലേ, okay, countries cannot produce equally well or cheaply all they need. അല്ല, അവർക്ക് വേണ്ടതെല്ലാം അവർക്ക് ഈക്വൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്താണ് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഒരു മെയിൻ റീസൺ ആണ്. അവൈലബിലിറ്റി ഓഫ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫർ എമംഗ് ഡിഫറെന്റ് നേഷൻസ്. രാജ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലും മാറ്റം സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് വേണമെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ പ്രൈസ് ഫിക്സേഷനും എന്ത് വേണം, ഇന്റർനാഷണൽ ബിസിനസ് വലിയൊരു പങ്കാളിത്തമുണ്ട് പ്രൈസ് ഫിക്സേഷനിൽ. അല്ല, നിങ്ങൾക്കറിയാം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കിയിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യും. അതേപോലെ നമ്മൾ ഒരു സാധനത്തിന് വില ഇടുമ്പോൾ വരുന്നൊരു കാര്യമാണ് അതിൻ്റെ സപ്ലൈയും ഡിമാൻഡും. ഓക്കെ, ഒരു സാധനത്തിൻ്റെ സപ്ലൈ ഭയങ്കര കുറവാണെന്ന് വിചാരിക്കുക, അതിന് സപ്ലൈ ഇല്ല, സാധനം കിട്ടാനില്ല. അല്ല, ഇപ്പം തേങ്ങ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒരു നാട്ടിലും തേങ്ങ കിട്ടുന്നില്ലെങ്കിൽ തേങ്ങ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉപയോഗമുള്ള സാധനമാണ്, തേങ്ങയും അതുപോലെ തേങ്ങേൻ്റെ പല കാര്യങ്ങളും. പക്ഷെ അത് നമ്മൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് അത് വാങ്ങാം. പക്ഷെ അത് കിട്ടാത്ത സ്ഥലങ്ങളിൽ തേങ്ങയ്ക്കൊക്കെ ചിലപ്പോൾ വല്ല സ്വർണത്തിൻ്റെ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ അപ്പം നമ്മളതിലുള്ള തേങ്ങ അത് ഇല്ലാത്ത തേങ്ങ കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് കൊടുത്തു പോകുമ്പോൾ അവിടെ സപ്ലൈ കൂടും. സപ്ലൈ കൂടുന്ന സമയത്ത് അവർക്കും അത് കിട്ടും, റിസോഴ്സസ് അവർക്കും കിട്ടാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസിലും എന്താണ് നമുക്ക് സപ്ലൈ കിട്ടുന്ന സമയത്ത്, നമുക്ക് സപ്ലൈ കൂടുന്ന സമയത്ത് എന്താണ് അതിൻ്റെ പ്രൈസിൽ നമുക്കൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ? അതൊക്കെയാണ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസിന്റെ നീഡ് അല്ലെങ്കിൽ റീസൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്റർനാഷണൽ ബിസിനസിന്റെ പ്രാധാന്യങ്ങൾ എന്താണ്? ഇന്റർനാഷണൽ ബിസിനസ് ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണ്ടാകണം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബിസിനസ് വേണം നമ്മുടെ രാജ്യത്ത് എന്നുള്ളതിന്
എന്തുകൊണ്ട് വേണം, അതിന്റെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ ഇറ്റ് എനേബിൾസ് എ കൺട്രി ടു കോൺസെൻട്രേറ്റ് ദോസ് ഗുഡ്സ് ഫോർ വിച്ച് ഇറ്റ്സ് റിസോഴ്സസ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ്. അല്ലേ, അതായത് ഓരോ രാജ്യത്തിൻ്റെയും പൊട്ടൻഷ്യൽ അനുസരിച്ച് അവർക്ക് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ UAE പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ എന്താണ്, എണ്ണയാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാം. അല്ലേ, ഇപ്പോൾ വെനസ്വേല, അതുപോലെ തന്നെ ഗ്രീൻലാൻഡിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഒക്കെ ഉള്ളതാണ്. അല്ലേ, അപ്പോൾ ഓരോ രാജ്യത്തിന് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ചെയ്യാം. ഇപ്പം നമ്മളവിടെ ആണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും മറ്റേതുണ്ട് സ്പൈസസ്, നാണ്യവിളകളൊക്കെ ഇത്രയും കൂടുതലാണ്. അല്ലേ, പിന്നെ അതേപോലെ ഇറ്റ് ലീഡ്സ് ടു ഇന്റർനാഷണൽ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അല്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എവിടെയാണ് ഓരോ രാജ്യത്തിൻ്റെ ഇന്റർനാഷണൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ഥലം, ഏതൊക്കെ കാര്യങ്ങൾക്ക്, ഏതൊക്കെ രീതിക്ക്. അല്ലെ, ഇപ്പോൾ നമ്മളിപ്പോൾ UAE പറയുമ്പോൾ അധികം നമ്മൾ എന്താ പറയുക, അവിടെ എണ്ണ പോലത്തെ ഇറാന്, അല്ലെ, അറബ് രാജ്യങ്ങളിൽ അധികവും എന്താണ് ഈ ഓയിൽ, പെട്രോളിയം, അതൊക്കെ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അല്ലേ, ഇപ്പോൾ ഇന്റർനാഷണൽ സ്പെഷ്യലൈസേഷൻ വിച്ച് ഹെൽപ്സ് എ കൺട്രി ടു ഡിസ്പോസ് ഓഫ് സർപ്ലസ് ഗുഡ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ സ്കേഴ്സ് വൺ. അല്ലേ, ഇപ്പം നമ്മുടെ രാജ്യത്ത് അധികമായുള്ള സാധനങ്ങൾ നമ്മൾ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനോ എന്ത് വേണം, ഇന്റർനാഷണൽ ബിസിനസ് വേണം. ഇറ്റ് മെയിൻറ്റെയിൻസ് പ്രൈസ് സ്റ്റെബിലിറ്റി അക്രോസ് ദ വേൾഡ്. അല്ലേ, ഇത് ചെയ്യുമ്പോഴാണ് പ്രൈസ് സ്റ്റെബിലിറ്റി സംഭവിക്കുക. അല്ലേ, ഉള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റി, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലേ, തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ കിട്ടാത്ത സ്ഥലത്ത് പ്രൈസ് കൂടും എന്നുള്ളത്. അതേപോലെ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെയാണ് ഇറ്റ് പേവ്സ് ദ വേ ഫോർ ബെറ്റർ റിലേഷൻ എമംഗ് നേഷൻസ്. അല്ലേ, പിന്നെ ഓരോ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാര വ്യവസായ എന്താണ് കരാറ് ബന്ധങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം സൗഹാർദ്ദവും വരും. ഇറ്റ് പ്രൊവൈഡ് ഗ്രേറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അല്ലേ, വലിയ തോതിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലേ, അതായത് ഇന്റർനാഷണൽ ആയിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയിൽ കുറേ ഇന്റർനാഷണൽ കമ്പനികൾ വന്ന് വരികയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ലാഭമുണ്ട്, ഇവിടുത്തെ ആൾക്കാർക്ക് എന്ത് കിട്ടും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അല്ലേ, അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് വേണം. അല്ലേ, ഓരോ രാജ്യത്തിനും വിദേശ നാണ്യം, അങ്ങനത്തെ ഫോറിൻ എക്സ്ചേഞ്ച് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുകയെന്ന് വിചാരിക്കും, വേറെ രാജ്യത്തു നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ആ രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച്, അല്ലെ, അവിടുത്തെ കറൻസി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഉണ്ടാവില്ല. അല്ലേ, അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് വേണം. അപ്പോൾ അതിന് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടാൻ പറ്റിയ ഒരു ബെസ്റ്റ് മാർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും കൂട്ടും. എങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടും? ഇപ്പം നിങ്ങൾ നമ്മുടെ എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്, എല്ലാവരുടെ കയ്യിൽ എന്ന് പറഞ്ഞില്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാരുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്. എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. പണ്ട് ഇത് എന്നൊക്കെ പറയുന്ന ഒരു എലൈറ്റ് ക്ലാസിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന സാധനമാണ്. ഈ ഇന്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒക്കെ കടന്നു വരവോട് കൂടിയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചൂസ് ചെയ്യാനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റുന്നതായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇന്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഈ ചാപ്റ്ററിനെ വേണമെങ്കിൽ നമുക്ക് ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ പാർട്ടാണ് എന്താണ് ഇന്റർനാഷണൽ ബിസിനസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇന്റർനാഷണൽ ആൻഡ് നമ്മൾ ഇന്റേണൽ ട്രേഡും വേണമെങ്കിൽ നമുക്ക് നോക്കാം. അത് ആദ്യത്തെ പാർട്ടാക്കാം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ മോഡ്സ് ഓഫ് എൻട്രിങ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയർ. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ നാഷണാലിറ്റി ഓഫ് ബയറും സെല്ലറും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ബിസിനസിൻ്റെ അകത്ത് എങ്ങനെയാണ്, ഒരു സിംഗിൾ നാഷണാലിറ്റിയാണ് വരിക. അല്ലേ, ഒരൊറ്റ കൺട്രിയിലെ ബയറും സെല്ലറും തന്നെയായിരിക്കും. ബയറും സെല്ലറും ഒരേ രാജ്യക്കാരായിരിക്കും. ഇവിടെ ബയറും സെല്ലറും ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കും ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഉണ്ടാവുക. നാഷണാലിറ്റി ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഷെയർ ഹോൾഡേഴ്സും കേട്ടിട്ടുണ്ടോ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്, പക്ഷെ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അങ്ങനെ ആവണം എന്നില്ല. ഓക്കെ, അതായത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആണ്. അതല്ലാതെ തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള വേറെ ആൾക്കാരുണ്ട്. അല്ലേ, ലേബേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സ്, അങ്ങനെ പല പല ആവശ്യങ്ങളായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ്സിൻ്റെ അകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരൊറ്റ കൺട്രിയുടെ സിറ്റിസൺ ആയിരിക്കും. അല്ലെ, സെയിം സിറ്റിസൺ ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കും. ഇവിടെ വേറെ 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 രാജ്യത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ.
ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ഇങ്ങനത്തെ പരിപാടിയാണ്, ക്യാപിറ്റൽ, ഇതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ സ്വന്തം രാജ്യത്ത് ഡൊമസ്റ്റിക് കൺട്രിയിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മുടെ രാജ്യത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പക്ഷെ ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ മൂവ്മെന്റ് സംഭവിക്കുന്നില്ല, അവിടെ പ്രോഡക്റ്റ് അല്ലെ, അവിടെ പ്രോഡക്റ്റിന് മാത്രമേ മൂവ്മെന്റ് സംഭവിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ചലനാത്മകത എന്നാ പറയുക അല്ലേ. അപ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ എന്തായിരിക്കും, മൂവ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ രാജ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇവിടെ അല്ലെങ്കിൽ അവിടെ, അവിടെ അല്ലെങ്കിൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാറാം. പക്ഷെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പൊ മൊബിലിറ്റി എന്താണ്, ലെസ് ആണ്. പിന്നെ കസ്റ്റമർ ഹെറ്ററോജനിറ്റി അക്രോസ് മാർക്കറ്റ് ആണ് അല്ലെ. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനത്തെ ടൈപ്പ് കസ്റ്റമേഴ്സ് ആയിരിക്കും, ഇവിടെ ഹോമോജീനിയസ് ഇൻ നേച്ചർ ആയിരിക്കും, അതായത് ഒരേ നാട്ടിലെ ഒരേ നാഷണാലിറ്റിയിലെ കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരേ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇന്ത്യൻ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ. ഇനി ഇന്റർനാഷണലിലേക്ക് ഓരോ പല രാജ്യങ്ങളിലെ കസ്റ്റമേഴ്സ് ആണ്. ലാക്ക് ഓഫ് ഹോമോജിനിറ്റി, ലാംഗ്വേജ്, പ്രിഫറൻസ്, കസ്റ്റംസ് ഒക്കെ മാറ്റുമായിരിക്കും. ഇനി ഡിഫറൻസ് ഇൻ ബിസിനസ് സിസ്റ്റം ഇൻ പ്രാക്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയായിരിക്കും, റിലേറ്റീവ്ലി ഹോമോജീനിയസ് വിത്തിൻ എ കൺട്രി അല്ലേ. ആ കൺട്രിയുടെ റിലേറ്റ്, ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേതായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് പ്രാക്ടീസസ് സിസ്റ്റം ആയിരിക്കും ഇവിടെ കൺസിഡർ അക്രോസ് ദ കൺട്രീസ് അല്ലേ. അതായത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എങ്ങനെയാണ്, വൺ സിംഗിൾ കൺട്രിയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെയാണ്, സബ്ജക്ട് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ഓഫൺ ആക്ട് ആസ് എ ബാരിയർ ടു ഇന്റർനാഷണൽ ബിസിനസ്. ഇപ്പോൾ അമേരിക്കയുടെ കണ്ടില്ലേ, ട്രംപ് അങ്ങനെ ഇങ്ങനെയൊക്കെ ബിസിനസിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ എന്തായിരിക്കും, ആ രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും ഇതിനനുസരിച്ച് മാറ്റം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബിസിനസ് റെഗുലേഷൻ ആൻഡ് പോളിസീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ബിസിനസ്സിൻ്റെ അകത്ത് ആ ഒരൊറ്റ സിംഗിൾ കൺട്രിയുടെ റൂൾസ്, ലോസ് ആൻഡ് പോളിസീസ്, ടാക്സേഷൻ സിസ്റ്റം മാത്രം ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓഫ് മൾട്ടിപ്പിൾ കൺട്രീസിൻ്റെ റൂൾസ്, ലോസ് ആൻഡ് പോളിസീസ്, താരിഫ് ആൻഡ് കോട്ട എക്സെട്ര ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. കറൻസി നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ ഡൊമസ്റ്റിക് കറൻസി ആണെങ്കിൽ ഇവിടെ നമ്മൾ കറൻസി ഓഫ് മോർ ദാൻ വൺ കൺട്രി അല്ലെ, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുടെ കൺട്രി യൂസ് ചെയ്യേണ്ടി വരും അല്ലെ, നമ്മളുടെ ബിസിനസ്സിനനുസരിച്ചിട്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമ്മുടെ ആദ്യത്തെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് എന്താ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ആദ്യ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായവരാണെങ്കിൽ ഒന്ന് ഫയർ ഇമോജി ഇട്ട് തരാമോ? ഫയർ ഇമോജി ഇട്ട് തരാമോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണ്? ആർക്കാണ്? ജനീറ്റ അല്ലേ, ജെനറ്റ് ആണെന്ന് തോന്നുന്നു, ജെനറ്റ്, നല്ല പേര്, ജെനറ്റ്. ഓക്കെ, ജെനറ്റിനെ ക്ലിയർ ആയിട്ടുണ്ട്, എന്നോട് തന്നെയാണ് ക്ലിയർ എന്ന് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മാളയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആരാണ്? സാറയോ, സരേ, ശ്രേയാണോ? ശ്രേ, ആൾക്കും ക്ലിയർ ആയിട്ടുണ്ട്. ജാക്കിനും ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾക്ക് ഇന്റർനാഷണൽ ബിസിനസ്, നമുക്ക് എങ്ങനെയൊക്കെ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്കുള്ള സാധ്യതകൾ, എങ്ങനെയൊക്കെ ചാൻസസ് ആണ് നോക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. സാറേന്നാണോ? ശ്രീയാണോ? ശ്രീയാന്ന് തോന്നുന്നല്ലേ. എടാ, എനിക്ക് കാഴ്ചേൻ്റെ ചെറിയൊരു പ്രശ്നക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ മാക്സിമം സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സ്. ഓക്കെ, ക്ലിയർ, സെറ്റ്. അങ്ങനെയാണ് നമുക്കിനി എന്താണ് ചാൻസസ്, നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാം, ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് നോക്കാം. ഇന്റർനാഷണൽ ബിസിനസ് എങ്ങനെയൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങൾ അതിർത്തി കടന്നുകൊണ്ട് എങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യാൻ നോക്കിയാൽ, മെർക്കൻഡൈസ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഉണ്ട്. മെർക്കൻഡൈസ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ഗുഡ്സ് ആണ് കേട്ടോ. ടാഞ്ചിബിൾ, നമുക്കൊരു ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ഗുഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാം. ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഫോണ്, ഇതൊക്കെ എന്താണ്, ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. ഇങ്ങനത്തെ പ്രോഡക്ട്സ് നമുക്ക് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യാം. ഒന്നെങ്കിൽ അവിടേക്ക് വിൽക്കാം, അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങാം അല്ലേ. ഇനി സർവീസ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഉണ്ട്. സർവീസിന് നമുക്ക് ഇൻടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള
സാധനങ്ങളെയും സേവനങ്ങളെയും നമുക്ക് കിടത്തി അയക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളത് പോകുന്നത്? ഇൻടാഞ്ചിബിൾ ഇൻവിസിബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ് പോകുന്നത്? അതായത് സർവീസസ് ഉണ്ടല്ലോ, ഈ ടൂറിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾ പറയില്ലേ ഈ സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, സർവീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഇന്ന സ്ഥലത്ത് പോകാം, ടൂറിസ്റ്റ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്, അതും ബിസിനസ് തന്നെയാണ് ചെയ്യണത് അല്ലേ. ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ സാന്റമോണിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഫ്രീ ആയിട്ട് സേവനത്തിന് വേണ്ടിയിട്ട് ഒരു കൊച്ചു പഠിച്ച് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ കയറ്റി അയക്കുന്നതല്ല, അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതും ഒരു തരത്തിലുള്ള ബിസിനസ്സാണ്, ഇന്റർനാഷണൽ ബിസിനസ് ആണ്. പിന്നെ അതുപോലെ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ഉണ്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? Merchandise export and import. Merchandise means goods which are tangible, those can seen and touched ആണല്ലേ. Merchandise export means sending tangible goods ആണ്. ഇവിടെ ആണെങ്കിൽ import എന്ന് പറയുമ്പോൾ bringing tangible goods ആണ്. ക്ലിയർ അല്ലേ? നേരത്തെ കാണിച്ചു തന്ന ഫോട്ടോസ്. ഇനി സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഉണ്ട് അല്ലേ. ബൈ സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് വി മീൻ ട്രേഡ് ഇൻ ഇൻടാഞ്ചിബിൾ ആയിട്ട്, അതായത് ദോസ് കനോട്ട് സീൻ ഓർ ടച്ച്, കാണാനോ തൊടാനോ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ഇൻടാഞ്ചിബിൾ നേച്ചർ ട്രേഡ് ഇൻ സർവീസ് ഓൾസോ നോൺ ആസ് ഇൻവിസിബിൾ ട്രേഡ് അല്ലേ. അതായത് ഇത് നോക്കി വെച്ചോ, നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻടാഞ്ചിബിൾ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രേഡ് ഇൻ സർവീസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻടാഞ്ചിബിൾ ട്രേഡ് എന്ന് പറയാം കേട്ടോ. ക്ലിയർ? സർവീസ് ട്രേഡ് ഇന്റർനാഷണലി include tourism and travel, transportation, entertainment, communication, professional services, construction and engineering, etc. Okay, clear അല്ലേ? എക്സാമ്പിൾസ് കണ്ടല്ലോ. ഇനി നേരത്തെ പറഞ്ഞു ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ഉണ്ട് അല്ലേ. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും എന്താ നമ്മൾ പഠിച്ചതാണ്. ലൈസൻസ് ചെയ്യുക, ഫ്രാഞ്ചൈസിങ് എന്താണെന്നുള്ളത് നമ്മൾ MSMEന്റെ അകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് പെർമിറ്റിംഗ് എ പേഴ്സൺ firm in a foreign country to produce and sell goods under trademark, patent, copyright or a fee, another way of operating international business. ഇതിനെ നമ്മൾ ലൈസൻസിങ് എന്നാണ് പറയാം. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് ഞാനാണിപ്പോൾ കൊക്കക്കോല ഉണ്ടാക്കിയത്, എൻ്റെ പ്രൊഡക്റ്റാണ് കൊക്കക്കോല. ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റ് പല രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കും എൻ്റെ കൊക്കക്കോലനെ എൻ്റെ ട്രേഡ് മാർക്കും എൻ്റെ ട്രേഡ് സീക്രട്ട് ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഞാൻ പെർമിറ്റ് ചെയ്യുന്നു. വെറുതെ പെർമിറ്റ് ചെയ്യുന്നതല്ല, അതിന് പകരം ഞാൻ പൈസ ഈടാക്കും. ഓക്കെ, ആ സാധനം അവർക്ക് ഉണ്ടാക്കി വിൽക്കാം. ഓക്കെ, ഉണ്ടാക്കി വിൽക്കാം, അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതാണ് എന്ന് പറഞ്ഞാൽ ലൈസൻസിങ് എന്ന് പറയുന്നത്. പക്ഷെ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി വിൽക്കുക മാത്രമല്ല, അവിടെ എന്തുകൂടെ കൊടുക്കും, സർവീസ് കൂടെ കൊടുക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊക്കക്കോല വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് കൊക്കക്കോല വാങ്ങിച്ച് കഴിക്കുന്നു, അല്ലെങ്കിൽ കൊക്കക്കോല വാങ്ങിക്കുന്നു. അവിടെ നിങ്ങൾക്ക് സാധനം, നിങ്ങൾ പൈസ കൊടുക്കുന്നു, തരുന്നു, തിരിച്ചു പോകുന്നു അല്ലേ. അവിടെ ജസ്റ്റ് ബൈങ്ങും സെല്ലിങ്ങും മാത്രമേ നടന്നിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ. പക്ഷെ അതേപോലെ നിങ്ങൾ സ്റ്റാർബക്സിൽ പോകുന്നു, അവിടെ നിന്ന് നിങ്ങളൊരു കാപ്പി കുടിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് കാപ്പി നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ മാത്രം, അത് നിങ്ങളുടെ ഇഷ്ടം, കൊണ്ടുപോകാതിരിക്കാം. പക്ഷേ ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാപ്പി കുടിച്ച് അവരുടെ കസ്റ്റമർ സർവീസ് കൂടെ അനുഭവിക്കാനുള്ളൊരിതുണ്ട് അല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സാധനത്തെ വിൽക്കാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് ഫ്രാഞ്ചൈസിങ് ആണ്, അത് ലൈസൻസിങ് അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്രാഞ്ചൈസിങ്ങിൽ പ്രോഡക്റ്റ് മാത്രമല്ല വിൽക്കപ്പെടുന്നത്, പ്രോഡക്റ്റ് പ്ലസ് സർവീസ് കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത്. ഫ്രാഞ്ചൈസിങ് ഈസ് സംവാട്ട് സിമിലർ ടു ലൈസൻസിങ് വിത്ത് ദ ഡിഫറൻസ് ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് സർവീസ്. ലൈസൻസിങ് പോലെ തന്നെ ഇപ്പം ഞാൻ സ്റ്റാർബക്സിൻ്റെ ഓണറാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർബക്സ് എൻ്റെ ലോഗോ യൂസ് ചെയ്ത്, എൻ്റെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്തിട്ട്, എൻ്റെ ട്രേഡ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ട്രേഡ് സീക്രട്ട് യൂസ് ചെയ്ത് എൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാം. പക്ഷെ ഫ്രാഞ്ചൈസിങ് ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പോലെ നിങ്ങൾ എന്തുകൂടെ കൊടുക്കണം, സർവീസ് കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് അവിടെ ഫ്രാഞ്ചൈസിങ് ആവുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താം.
ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ട് നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഇടപെടാം അല്ലേ. ഫോറിൻ ഇൻവെസ്റ്റ് മീൻസ് ദ ഇൻവെസ്റ്റ്മെന്റ് അബ്രോഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഫൈനാൻഷ്യൽ റിട്ടേൺ അല്ലേ. അപ്പം ഞാനിപ്പോൾ ഫോറിൻ ചെന്നിട്ട് ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല, തിരിച്ച് പൈസ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഒന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. എടാ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ FDI FPI ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് FDI FDP അതിനെ ഫുൾ ഫോം എഴുതാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് നോക്കിയിരിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോ. ക്ലിയർ? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു ബിസിനസ്സിന്റെ, ഇപ്പോൾ ഫോറിൻ കൺട്രിയിലെ ഒരു ബിസിനസ് ആണ് ഇപ്പോൾ ഏതെന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാർബക്സ് എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർബക്സിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി പോലുള്ള ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി പോലെയുള്ള പ്രൊഡക്റ്റ്, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമാവണം, ഞാൻ ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷന് ഡയറക്റ്റ് ഭാഗമാവണം എന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. Okay, a company invests directly in properties such as land, plant, machinery, etc. Foreign countries, there is done with the view of undertaking and marketing of goods and services in those countries. അല്ലേ, അപ്പം ഞാൻ അങ്ങനെ ഡയറക്റ്റ് ലാൻഡ് ലേബേഴ്സ് അതിലേക്കൊക്കെ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഞാൻ ചുമ്മാ അല്ല, അതിൻ്റെ മാർക്കറ്റിങ്ങിലും പ്രൊഡക്ഷനിലും എനിക്ക് കൺട്രോൾ വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നു, എനിക്ക് ജസ്റ്റ് ബിസിനസ്സിന്റെ ഭാഗമായാൽ മതി, പക്ഷേ അതിൻ്റെ മെയിൻ കാര്യങ്ങളിലേക്ക് വേണ്ട. ഇൻ കേസ് എന്തെങ്കിലും ഫണ്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവരുടെ ഷെയർ മാർക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർസ് ആയിട്ട് വാങ്ങിക്കാം, പ്രിഫറൻസ് ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ ലോൺ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം പോലെ ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് പോലെയൊക്കെ വാങ്ങിക്കുന്നതാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് FPPI. A company makes investment in foreign company by way of acquiring shares or granting loans. The company which makes FPI earns income in the form of dividend, capital appreciation and interest. ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്, അതിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ്, സാധ്യതകൾ, നമുക്ക് ചാൻസ്, പോസിബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്കുള്ള. ഇനി ഇന്റർനാഷണൽ ബിസിനസ്സിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. രണ്ടാൾക്കാർക്ക് ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് അല്ലേ, രണ്ടാൾക്കാർക്ക് ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ട് എന്തുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന് കൺട്രീസിന്, രാജ്യങ്ങൾക്കും ഉണ്ട്, പിന്നെ ആ രാജ്യങ്ങളിലെ ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസിനും ഉണ്ട്. എന്താണ് രാജ്യങ്ങളുടെ ബെനിഫിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്ന് നോക്കാം. ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടും അല്ലേ. ഇന്റർനാഷണൽ ബിസിനസ് ഹെൽപ്സ് എ കൺട്രി ടു ഏൺ ഫോറിൻ എക്സ്ചേഞ്ച് വിച്ച് ക്യാൻ ലേറ്റർ യൂസ് ഫോർ മീറ്റിംഗ് ഇറ്റ്സ് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ടെക്നോളജി അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫോറിൻ എക്സ്ചേഞ്ച് വേണം, കാരണം ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിലേക്കുള്ള വിദേശ നാണ്യ കറൻസി അല്ലെങ്കിൽ വിദേശ നാണ്യങ്ങളുടെ അല്ലെങ്കിൽ വിദേശ കറൻസികളുടെ ശേഖരം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇന്റർനാഷണൽ ബിസിനസ്. പിന്നെ ഉള്ളതാണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് അല്ലേ. റിസോഴ്സസിന് നമുക്ക് എങ്ങനെ പറ്റും, ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് പ്രൊഡക്റ്റ് വാട്ട് യു ക്യാൻ വിത്ത് എഫിഷ്യൻസി ആൻഡ് ട്രേഡ് ദ സർപ്ലസ് പ്രൊഡക്ഷൻ വിത്ത് അതർ കൺട്രീസ് അല്ലേ. അതായത് ഇന്റർനാഷണൽ ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടോ എന്ന് പറയുന്ന പോലത്തെ സംഭവം എന്ന് പറയുന്നത്, നിനക്ക് എന്തുണ്ടാക്കാൻ പറ്റുമോ അത് മാക്സിമം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് സർപ്ലസ് ഉള്ളത് എന്ത് ചെയ്യുക, മറ്റു രാജ്യങ്ങളിലേക്ക് അടുത്തേക്ക് അല്ലേ. അല്ലെങ്കിൽ പ്രൊക്യൂർ ഫ്രം വാട്ട് ദേ ക്യാൻ, എ സിമ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർനാഷണൽ ബിസിനസിന്റെ സിമ്പിൾ തത്വമാണ് അല്ലേ. നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് സർപ്ലസ് വരുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ റിസോഴ്സിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നതാണ് ഇംപ്രൂവിങ് ഗ്രോത്ത് പ്രോസ്പെക്ട് ആൻഡ് എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്നുണ്ട്, അതിനനുസരിച്ച് ഗ്രോത്തും സംഭവിക്കില്ലേ രാജ്യത്തിലെ ഓരോ സ്ഥലങ്ങളിലും. ഓരോ ആൾക്കാർക്കും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ആർക്ക് തന്നെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്, ആ രാജ്യത്തിന് തന്നെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്. പ്രൊഡക്ഷൻ ബൈ എ കൺട്രി നോട്ട് ഓൺലി ദ പർപ്പസ് ഓഫ് ഡൊമസ്റ്റിക് കൺസംഷൻ ബട്ട് വിത്ത് ഐ ഓൺ ഇന്റർനാഷണൽ മാർക്കറ്റ് ഇംപ്രൂവ്സ് ഇറ്റ്സ് ഓൺ ഗ്രോത്ത് പ്രോസ്പെക്ട് അല്ലേ. ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് to people living in those countries with whom trade is affected അല്ലേ. അതായത് ആ രാജ്യത്തുള്ള ആൾക്കാർക്കാണ് ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടുന്നത് അല്ലേ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് തന്നെയാണ് തിരിച്ച് കിട്ടുന്നത്.
ഇനി നമ്മൾ കൺട്രീസിലേക്ക് നോക്കുമ്പോൾ അവസാനത്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ചോയ്സസ് കിട്ടുന്നു ഇന്റർനാഷണൽ ബിസിനസ്സിലൂടെ. നമുക്ക് എന്ത് ചെയ്യുന്നു, ഒത്തിരി, ഇപ്പം ഞാനൊരു ടി വി വാങ്ങാൻ പോകുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സിലൂടെയാണ് ഒരുപാട് ടി വികൾ എനിക്ക് ചോയ്സ് കിട്ടുന്നത് അല്ലേ. നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒന്നോ രണ്ടോ ടി വി ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് നോക്കി സെലക്ട് ചെയ്ത് പോകേണ്ടി വരും അല്ലേ. പക്ഷെ ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര വൈഡ് വെറൈറ്റി ചോയ്സസ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കും ഒരുപാട് പ്രോഡക്ട്സ് ഇങ്ങോട്ട് കയ്യിലേക്ക് കിട്ടുന്നു. അത് വെച്ച് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടുന്നുണ്ട്. ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആർ നൗ അവൈലബിൾ ലോക്കലി. പീപ്പിൾ ഇൻ എവറി കൺട്രി ആർ നൗ ഇൻ പൊസിഷൻ ടു കൺസ്യൂം വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് ആൻഡ് എൻജോയ് എ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പല സ്ഥലങ്ങളിലുള്ള വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുന്നു. അതിനനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുന്നു. ഇനി രാജ്യങ്ങളുടെ എന്തുകൊണ്ട് ഇന്റർനാഷണൽ ബിസിനസ് ലാഭമാവുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഫേംസിന് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ പ്രോഫിറ്റ് ആണ് അല്ലേ. ഡൊമസ്റ്റിക് കൺട്രിയിൽ നമ്മൾ ഡൊമസ്റ്റിക് ബിസിനസ്സിലാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എവിടെ നിന്ന് കിട്ടും, നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടും അല്ലേ. അത് ഇന്റർനാഷണൽ ബിസിനസ് ക്യാൻ ബി മോർ പ്രോഫിറ്റബിൾ ദാൻ എ ഡൊമസ്റ്റിക് ബിസിനസ് വെൻ ദ ഡൊമസ്റ്റിക് പ്രൈസസ് ആർ ലോ. അതായത് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചക്കയ്ക്ക് വിലയില്ല വിചാരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ചക്ക സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. നമുക്ക് ചക്കയ്ക്ക് എത്ര വിലയില്ല. പക്ഷെ ചക്ക ഇല്ലാത്തൊരു നാടാണ് ജപ്പാൻ എന്ന് വിചാരിക്കുക. ഇവിടെ ചക്കയ്ക്ക് 10 രൂപയാണെങ്കിൽ ജപ്പാനിൽ ചിലപ്പോൾ നമുക്ക് 100 150 കിട്ടും. അപ്പോൾ അവിടേക്ക് നമ്മൾ ചക്ക കയറ്റി അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ അതിൻ്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ. ബിസിനസ് ഫേം ക്യാൻ ആൻഡ് മോർ പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് ദെയർ പ്രോഡക്ട്സ് ഇൻ കൺട്രീസ് വേർ പ്രൈസസ് ആർ ഹൈ. പിന്നെ ഇൻക്രീസ്ഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ്. പ്രൊഡക്ഷൻ ഓൺ എ ലാർജ് സ്കെയിൽ ഓഫർ ലീഡ്സ് ടു എക്കണോമി ഓഫ് സ്കെയിൽ അല്ലേ. അപ്പം നമുക്കിപ്പോൾ ഇന്റർനാഷണലിലേക്കുമ്പോൾ നമുക്ക് അത്രയും വലിയ മാർക്കറ്റ് കൂടിയാണ് തുറന്നു കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് വേണം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ. ഇവിടെ നമ്മൾ വീട്ടിൽ ചോറുണ്ടാക്കണ പോലെയല്ല നമ്മളൊരു കല്യാണത്തിന് ചോറിടാൻ വേണ്ടി അരി ഇടുന്നത് അല്ലേ. അതേ ചെമ്പിലാണോ നമ്മൾ കല്യാണ വീട്ടിലെ അരി ഇടുന്നത്? അല്ല. അതേപോലെ തന്നെ നമ്മൾ എക്കണോമി ഓഫ് സ്കെയിൽ കൂടും അല്ലേ. അപ്പോൾ അതും എങ്ങനെയാണ് നമ്മുടെ ഓരോ ഫോമിൻ്റെയും കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗ്രോത്ത് പ്രോസ്പെക്റ്റ് ഉണ്ട്. International business is a good option for the firm who product getting saturated in the local market. These firm can considerably improve prospects of their growth by entering into overseas market അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് മാർജിനലൈസ്ഡ് ആയി പോകുക അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ആണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ നമുക്കൊരു ന്യൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ആ ബിസിനസ്സിന് ഒരു പുതിയ വഴിയാണ് തുറന്നു കൊടുക്കുന്നത്. പിന്നെ വേ ഔട്ട് ടു ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലെ. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ വെൻ കോമ്പറ്റീഷൻ ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇസ് ഇൻറ്റൻസ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ഇസ് ദ ഓൺലി സൊല്യൂഷൻ ടു അച്ചീവ് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത്. ഇവിടെ നമുക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ അത്ര കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ അതും നല്ലതാണ് അല്ലേ. പിന്നെ ഇംപ്രൂവ്ഡ് ബിസിനസ് വിഷൻ അല്ലേ. ബിസിനസ്സിൻ്റെ ഒരു വിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. The growth of foreign business of many companies is essential as a part of their strategic management. The vision to become international actually comes from their urge to grow അല്ലേ. ഇന്റർനാഷണൽ ആവണം എന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അല്ലേ. The need become competitive, the need to diversify and to reap the benefits of internationalization അല്ലേ. അതായത് ഗ്രോ ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആവാൻ അല്ലെ, കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവാൻ വേണ്ടിയിട്ട്, ഡൈവേഴ്സിഫൈ ആവാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഏർജ് കൊണ്ടാണ് അവർ ഇന്റർനാഷണൽ ആവണം, ഇന്റർനാഷണലൈസേഷനിലേക്ക് എത്തണം എന്ന് പറയുന്നത് ഓരോ ബിസിനസ്സുകാരും ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്, ബിസിനസ് ഫേംസിന് കിട്ടുന്ന ബെനഫിറ്റ്സ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേടാ? ഇത്രയും നേരം പറഞ്ഞാൽ മനസ്സിലായി. ഇന്റർനാഷണൽ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചാൻസസ് ഏതൊക്കെയാണ്, പോസിബിലിറ്റീസ് എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞു. അതുപോലെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, രാജ്യത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ രാജ്യത്തിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നു, അതേപോലെ ആ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഫേംസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നു എന്നാണ് ഇതുവരെ പറഞ്ഞത്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും എവിടെയെങ്കിലും സംശയം ഉണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വന്നവരാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കാണണേ. ക്ലിയർ, സെറ്റ്. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, സെറ്റ്. ക്ലിയർ.
ക്ലിയർ ബുദ്ധിമുട്ടില്ല മുന്നോട്ട് പോകാം അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡ്സ് ഓഫ് എൻറ്ററിങ് ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ് നമ്മൾ എന്തൊക്കെയാ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടോ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടോ, ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ്, ഇതല്ലാതെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം? ബിസിനസ് എങ്ങനെയൊക്കെ ചെയ്യാം? ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ മോഡ്സിലൂടെ പോകാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്, പിന്നുള്ളതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യാം, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ചെയ്യാം, ജോയിന്റ് വെഞ്ചർ ചെയ്യാം, ഹോളി ഓൺഡ് സബ്സിഡറീസ് ചെയ്യാം. ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് എന്ത്? ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് ഇല്ലേ? കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയാം. അപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഹോം കൺട്രി ടു ഫോറിൻ കൺട്രി, സെല്ല് ചെയ്യുക നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുക ഫോറിൻ കൺട്രിയിൽ നിന്ന് ഹോം കൺട്രിയിലേക്ക്. ഓക്കെ, രണ്ട് രീതിയിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ട്, ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒരുപാട് പ്രൊസീജിയേഴ്സ് വേണം. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ കിടന്ന സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നത് പോലെയല്ല ആ പ്രൊഡക്റ്റ് വേറെ രാജ്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയോ സ്വയം ഈ പ്രൊസീജിയേഴ്സ് നേരിടുകയാണ്. അവർ സ്വയം ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റും. അതല്ല, ഇനി ഒരു മിഡിൽ മെന്നിനെ വെച്ചിട്ട് ഇപ്പം ഞാനാണ് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ പുറകെ നടക്കാൻ ഇതില്ല എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? യദുസാർ മിഡിൽ മെന്നാന്ന് വിചാരിക്കുക, യദുസാറിനെ ഏൽപ്പിക്കുന്നു, സാറ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ട് എൻ്റെ ചെയ്തോളൂ. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഗോസ് ഓൾ ത്രൂ ദ പ്രൊസീജിയേഴ്സ് ബൈ ഹിംസെൽഫ്. മറ്റേന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു എക്സ്പോർട്ട് ഇമ്പോർട്ട് ടാസ്ക് ഓഫ് ദ ഗുഡ്സ് ആർ ക്യാരിഡ് ഔട്ട് ബൈ മിഡിൽ മെൻ. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി കുറവായിരിക്കും അല്ലേ? കുറച്ചുകൂടെ ഈസിയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് സാധനം ഉണ്ടാക്കി സർപ്ലസ് വരുന്ന കയറ്റി അയക്കാം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. സോ ഈസിയസ്റ്റ് വേ ഓഫ് എൻറ്ററിങ് ഇൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ്. ലെസ് കോംപ്ലക്സ് ആൻഡ് ആക്ടിവിറ്റി ദാൻ സെറ്റിംഗ് അപ്പ് മാനേജിംഗ് ജോയിന്റ് വെഞ്ചേഴ്സ് ഓർ ഹോളി ഓൺഡ് സബ്സിഡറീസ് എബ്രോഡ് അല്ലേ? മറ്റു രാജ്യത്ത് പോയി ബിസിനസ് തുടങ്ങുക, അവിടെ ഷെയർസ് വാങ്ങിക്കുക എന്നതിനേക്കാൾ റിസ്ക് കുറവുള്ള പരിപാടിയാണ് ഇത്. ലെസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റും വേണ്ട അല്ലെ? നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും വരുന്ന ഒരു പൈസ മതി. കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റേതിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് നമ്മൾ ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങുകയാണ്, കോൺട്രാക്ട് മാനുഫാക്ചറിങ് തുടങ്ങുകയാണ്, ഹോളി ഓൺഡ് സബ്സിഡീസ്, നമ്മളവിടെ പോയിട്ടൊരു ബിസിനസ്സിനെ മൊത്തം വാങ്ങിക്കുകയാണെങ്കിലൊക്കെ എന്തായിരിക്കും? നമുക്ക് കൂടുതൽ പൈസ വേണം. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എളുപ്പമാണ്. ഓക്കെ, ബിസിനസ് ഫോം ആർ നോട്ട് റിക്വയർഡ് ടു ഇൻവെസ്റ്റ് മച്ച് ടൈം ആൻഡ് മണി കമ്പയർഡ് ടു ദ അതർ വേസ് അല്ലേ? ഇനി ലെസ് റിസ്ക് ആണ് അല്ലെ? സിൻസ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ഡസ് നോട്ട് റിക്വയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ കൺട്രി, എക്സ്പോഷർ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് അല്ലേ? നമ്മൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താത്തതുകൊണ്ട് നമ്മൾ സാധനം വാങ്ങിക്കാൻ ആളുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പിന്നെ ഈ നമ്മളിത് അയക്കുന്ന സമയത്തുണ്ടല്ലോ, അതിന് ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ എന്തായിരിക്കും? നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. പക്ഷെ ഇതിൻ്റെ നെഗറ്റീവിൽ വരുന്നത്, ഇതിന് നെഗറ്റീവ്സും ഉണ്ട് അല്ലേ? ഒരു സൈഡിന് രണ്ട് കോയിൻസ് എന്ന് പറയുന്ന പോലെ ഇതിന് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? കോസ്റ്റ് ഉണ്ട് അല്ലേ? നമുക്ക് പെട്ടെന്ന് അങ്ങനെ അയക്കാൻ വേണ്ടി പറ്റില്ല, എന്നാലും ചെറിയ ചില്ലറ പണികളൊക്കെ ഉണ്ട്. സിൻസ് ദ ഗുഡ് ഫിസിക്കലി മൂവ് ഫ്രം വൺ കൺട്രി ടു അനദർ, അഡീഷണൽ കോസ്റ്റ് ഫോർ പാക്കേജിങ് അല്ലേ? അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ ഇച്ചിരി പണം എന്തായാലും ചിലവാണ്. ഇപ്പോൾ ഹോം കൺട്രിയിലെ ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സർപ്ലസ് ഒക്കെ തന്നെയാണെങ്കിൽ പോലും ഇവിടെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെയല്ല, നമ്മൾ ഒരുപാട് സ്ഥലത്തേക്കാണ് കൊടുത്തയക്കേണ്ടത്. ഒരു ബൾക്ക് എമൗണ്ടിൽ, വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചിലപ്പോൾ പാക്കേജിങ് വരും, അതിൻ്റെ മെറ്റീരിയൽ, പിന്നെ ഇത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം, പിന്നെ അവിടെ പോയിട്ട് നമ്മൾ ഷിപ്പിൽ കയറ്റണം, അങ്ങനെ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഷുറൻസ്, ഇതിലൊക്കെ എന്താണ്? ക്യാഷ് ഇൻവോൾവ് ആണ്. അപ്പം അതുകൊണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഡൊമസ്റ്റിക് കൺട്രീനെ വെച്ച് നോക്കുമ്പോൾ, കൺട്രിയിലെ ബിസിനസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി ഡയറക്റ്റ് കോണ്ടാക്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല? നമുക്ക് ആ ഫോറിൻ മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് കിട്ടുന്നില്ല, നമ്മളുടെ പ്രോഡക്റ്റേ അവിടെ എത്തുന്നുള്ളൂ അല്ലേ? പക്ഷേ നമ്മൾ മറ്റ് വേറെ മെത്തേഡ്സ് നോക്കുമ്പോൾ, അതായത് ഈ ജോയിന്റ് വെഞ്ചേഴ്സോ അല്ലെങ്കിൽ അതുപോലെ ഹോളി ഓൺഡ് സബ്സിഡറീസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആ മാർക്കറ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ മാർക്കറ്റ്, നമ്മൾ പ്രോഡക്റ്റ് മാത്രമേ ഇവിടെ മൂവ് ആവുന്നുള്ളൂ അല്ലേ? അതായത് ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ഫേം ഓപ്പറേറ്റ് ഫ്രം ദെയർ ഹോം കൺട്രി, ദേ മേ നോട്ട് ഹാവ് മച്ച് കോണ്ടാക്ട് വിത്ത് ദ ഫോറിൻ മാർക്കറ്റ്സ് ആണ്.
ഇനി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അല്ലേ. എക്സ്പോർട്ടിംഗ് ഇസ് നോട്ട് എ ഫീസിബിൾ ഓപ്ഷൻ വെൻ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ എക്സിസ്റ്റ് ഇൻ ദ ഫോറിൻ കൺട്രി. ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യാൻ ചില രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇപ്പം നേരത്തെ ഇപ്പോൾ അമേരിക്കേൻ്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വന്ന ആ രാജ്യത്തേക്ക് ഇമ്പോർട്ടിങ്ങിൽ പ്രശ്നം വന്നാൽ ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ടും ചെയ്യാനും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻ ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഏതാണ്, കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിനെയാണ് അല്ലേ. അതായത് ഔട്ട്സോഴ്സിങ്ങിന് അല്ലേ. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ചില കാര്യങ്ങൾ അല്ലെ, നോൺ കോർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു അല്ലേ. അതേപോലെ ഇവിടെ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റ് രാജ്യങ്ങളോട് കോൺട്രാക്ട് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ അമേരിക്കയിലെ കമ്പനിയാണ്, അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ആണ് ഈ പെന്നെന്ന് വിചാരിക്കുക. ഈ പെന്നിൻ്റെ അകത്തുള്ള ചില സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടത്തേനേക്കാൾ നല്ലത് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇന്ത്യയിലേക്ക് അത് ഉണ്ടാക്കാൻ കോൺട്രാക്ട് കൊടുക്കുന്നു. Okay, clear. This type of international business wherein a company enter into a contract with a local manufacturers in a foreign country for getting certain components or goods produced as per specification given അല്ലേ. അത് ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ ചിപ്പ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, അതിനനുസരിച്ച് ഞാനൊരു ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, അതിനനുസരിച്ചിട്ടായിരിക്കണം അവരത് ഉണ്ടാക്കേണ്ടത്. ക്ലിയർ അല്ലേ. അതിനെ നമ്മൾ ഓൾറെഡി ഔട്ട്സോഴ്സിങ് എന്ന് പറയും. ക്ലിയർ. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സർട്ടൈൻ കോമ്പോണൻറ്റ് മാത്രമായിട്ട് കോൺട്രാക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾ അസംബിൾ ചെയ്തിട്ട്, അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഈ പെന്നെന്ന് പറയുന്നത് ഞാൻ ഇന്ത്യയിലേക്ക് ഞാൻ കോൺട്രാക്ട്, ഇപ്പോൾ യദുസാർ ഇന്ത്യയിലാണ്, അപ്പോൾ ഞാൻ യദുസാറിന് കോൺട്രാക്ട് കൊടുക്കുകയാണ്. ഈ പെന്നിലേക്ക് വേണ്ട കോമ്പൗണ്ട്സ് എല്ലാം കിട്ടും, അതെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പെന്നാക്കി മാറ്റണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ട് മാനുഫാക്ചറിങ് കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് മാനുഫാക്ചർ ഒരു സ്ഥലത്ത് ചെയ്യിക്കുന്ന രീതിയിലും ആകാം. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, നമ്മൾ കോൺട്രാക്ട് എടുക്കല്ലേ ചെയ്യുന്നത്. അത് നമ്മൾ അവിടെ ഓൾറെഡി, ഇപ്പം ഞാൻ യദുസാറിനെ ഏൽപ്പിക്കുമ്പോൾ യദുസാറിന് ഓൾറെഡി അവിടുത്തെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയ യൂണിറ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ആ മാനുഫാക്ചറിങ് റിലേറ്റ് ചെയ്ത് വരുന്ന ചിലവൊന്നും വരുന്നില്ല, കാരണം സാറിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടല്ലോ. Such firms get goods produced large scale without requiring investment in setting up for production facilities ആണ്. പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്യേണ്ട, അതൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഫെസിലിറ്റേറ്റ് ഗെറ്റിംഗ് പ്രോഡക്ട്സ് ലോവർ മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ചില രാജ്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റും അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ രാജ്യത്ത് തന്നെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അതൊക്കെ വാങ്ങിക്കണം, ഇവിടുത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇരട്ടി പൈസ കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അതേ സാധനം ഞാൻ ഇന്ത്യയിൽ കൊടുത്തിട്ട് അവിടെ ചെറിയ പൈസയ്ക്ക് ചെറിയ രീതിയിൽ ചെയ്ത് കൊണ്ടു തരുമ്പോൾ ലാഭമാണ് അല്ലേ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഒന്നുമില്ല. Since no investment is required in such foreign country, there is hardly any investment involved risk അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഇൻവോൾവ്, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്ത ഒരു റിസ്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട. യൂട്ടിലൈസേഷൻ ഓഫ് ഐഡിയൽ കപ്പാസിറ്റി അല്ലേ. ലോക്കൽ മാനുഫാക്ചേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ് ആർ ഓൾസോ ഇൻ എ അഡ്വാൻറ്റേജസ് പൊസിഷൻ ആസ് ദേ ക്യാൻ യൂട്ടിലൈസ് ദ ഐഡിയൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് അല്ലേ. അതുപോലെ തന്നെ അവർക്ക് അവരുടെ മാക്സിമം ഐഡിയൽ കപ്പാസിറ്റി എടുത്ത് പ്രൊഡക്ഷനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ക്ലിയർ അല്ലേ. പിന്നെ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സും കിട്ടും അല്ലേ. സിൻസ് ലോക്കൽ മാനുഫാക്ചേഴ്സ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ദേ ക്യാൻ അവൈൽ ഇൻസെൻറ്റീവ്സ് ഇഫ് എനി അവൈലബിൾ ടു എക്സ്പോർട്ട് ഫേംസ് അല്ലേ. അതായത് നമുക്കിങ്ങനെ മാനുഫാക്ചറിങ് ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കമ്മീഷനോ കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, അതിനുശേഷം ഞാനത് ആ സ്ഥലത്തേക്ക്, ഇപ്പോൾ യദുസാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് യദുസാർ എന്ത് ചെയ്യുന്നത് എൻ്റെ പെന്നെ USA എത്തിക്കുമ്പോൾ അപ്പോൾ സാറിന് അതിൻ്റേതായിട്ടുള്ള എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇടുന്ന ചില കമ്മീഷന് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പൈസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു പ്രോബ്ലം വരും അല്ലേ. ലോക്കൽ ഫേം നോട്ട് അദർ ടു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പോസ് ക്വാളിറ്റി പ്രോബ്ലം ടു ദെയർ ഇൻ്റർനാഷണൽ ഫേം അല്ലേ. ഇപ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളവിടെ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും ക്വാളിറ്റി ചിലപ്പോൾ നമ്മളിൽ അത്രയും രീതിയിൽ ഉണ്ടാവണം, പ്രതീക്ഷിക്കണ ക്വാളിറ്റി എപ്പോഴും കിട്ടണം എന്നില്ല. ഈ കോൺട്രാക്റ്റിങ് കൊടുക്കുമ്പോഴൊരു പ്രശ്നമാണ് അല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ അനിയനെയോ ചേട്ടനെയോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒന്നും വേണ്ട, എൻ്റെ അനിയൻ്റെ അസൈൻമെൻറ്റ് അവൻ കുറച്ച് പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ അവനൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു, അവൻ അസൈൻമെൻ്റ് എല്ലാം എഴുതി എന്നോട് പറഞ്ഞത് നീ എനിക്ക് മാർജിൻ വരച്ച് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അവൻ പറഞ്ഞു ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ ജസ്റ്റ് മാർജിൻ വരച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാർജിൻ വരച്ചു കൊടുത്തു. ഞാൻ ഭയങ്കര അലമ്പാക്കിയിട്ടൊന്നുമല്ല മാർജിൻ വരച്ചു കൊടുത്തത്, എന്നെ കൊണ്ട് പറ്റുന്ന നല്ല വൃത്തിയായിട്ട് തന്നെ മാർജിൻ വരച്ചു കൊടുത്തു. പക്ഷെ ഇവൻ ഓവർ പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവൻ ആ വരച്ചൊന്നും ഇഷ്ടമായില്ല.
ഇവൻ കറക്റ്റ് അളന്ന് മുറിച്ച് വരച്ച് ഇവിടെ ഇത്ര സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇപ്പുറത്തും ഇത്ര സെൻറ്റിമീറ്റർ, അതിൻ്റെ താഴെ ഇത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്കൊരു സാധനം തന്നു, അവൻ എനിക്ക് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് തന്നല്ലേ, ഔട്ട്സോഴ്സിങ് ചെയ്ത് തന്നു, എന്നോട് പറഞ്ഞു. പക്ഷെ അവൻ വിചാരിച്ച ക്വാളിറ്റിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരും. പിന്നെ എന്താണ് നോ ഫ്രീഡം ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന ആൾക്കാർക്ക് അവരുടേതായ ഫ്രീഡത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൊടുക്കുന്ന ആൾക്കാർ അവർ ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാൻ പാടൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഫ്രീഡം യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കഴിവ് പുറത്തെടുക്കാൻ പറ്റില്ല, അവൻ ഇതേ പറ്റൂ, ഇവൻ അതേ വേണ്ടൂ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതേപോലെ ലോക്കൽ ഫേം ഹാവ് ടു പ്രൊഡ്യൂസ് സ്ട്രിക്ട്ലി ആസ് പെർ ദ ടേംസ് സ്പെഷ്യലൈസേഷൻ, ദേ ലൂസ് ദ ഫ്രീഡം ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്യുക, എനിക്ക് വയ്യ, എന്നാൽ പിന്നെ നീ അങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്നാൽ നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു പോയി അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ലോക്കൽ ഫേംസിനെയും നമ്മൾ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് കൊടുക്കുമ്പോൾ അവരവരുടേതായ രീതിയിൽ അവർക്ക് അത്ര ഫ്രീഡം കിട്ടില്ല. ക്ലിയർ? ഇനിയാണ് പിന്നെ നോ ഫ്രീഡം ടു സെൽ അല്ലേ. ആസ് ദ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ദേ കനോട്ട് ഫ്രീലി സെൽ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്, ഇറ്റ് റെഡ്യൂസ് ദെയർ പ്രോഫിറ്റബിലിറ്റി. അവർ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും ആ സാധനം അവർക്ക് സെൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അത് വെച്ച് അവർക്ക് പൈസ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. അതായത് എഗ്രിമെൻ്റ് ആണ് ഫേം ഗ്രാൻഡ് ആക്സസ് ടു പേറ്റന്റ്, ട്രേഡ് സീക്രട്ട്, ടെക്നോളജി ഒക്കെ അനദർ ഫേമിന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതും എന്തിൻ്റെ ബേസിലാണ് കൊടുക്കുന്നത്? റോയാലിറ്റി എന്ന് പറഞ്ഞ സാധനം തിരിച്ചിങ്ങോട്ട് തരണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേമിൻ്റെ ഒരു സാധനം യൂസ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് തിരിച്ച് റോയാലിറ്റി ആയിട്ട് ഇത്ര പൈസ കിട്ടിക്കണം. അപ്പോൾ ബുക്കിനൊക്കെ റോയാലിറ്റി ഉണ്ട്. അപ്പോൾ ബുക്ക് എഴുതി വിൽക്കുന്നുണ്ടല്ലോ, ബുക്ക് എഴുതും, ആ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ റോയാലിറ്റി നമുക്ക് കിട്ടണം അല്ല, എഴുതിയ ആൾക്ക് കിട്ടണം അല്ലേ. ക്ലിയർ അല്ലേ? ഇങ്ങനെ ലൈസൻസ് കൊടുക്കുന്ന ആളെ ലൈസൻസർ എന്നും ലൈസൻസ് എടുക്കുന്ന ആളെ ലൈസൻസി എന്നും പറയും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ വെച്ചാൽ ഗ്രാൻഡിങ് പെർമിഷൻ ബൈ ദ പാറ്റേൺ കമ്പനി ടു അനദർ ഫേം ഫോറിൻ കൺട്രി ടു പ്രൊവൈഡ് സർവീസ് അണ്ടർ ട്രേഡ് മാർക്ക്. അവിടെ എന്തുകൂടെ കൊടുക്കും? സർവീസ് കൂടെ പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ ഫ്രാഞ്ചൈസിങ് കൊടുക്കുന്ന ആളെ ഫ്രാഞ്ചൈസർ എന്നും കിട്ടുന്ന ആളെ ഫ്രാഞ്ചൈസി എന്നും പറയും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ് മോഡാണ്. അതായത് ഇപ്പോൾ കൊടുക്കുന്ന കമ്പനീനെ വെച്ച് നോക്കും. അപ്പോൾ ഞാൻ സ്റ്റാർബക്സിൻ്റെ കമ്പനി എൻ്റെതാണെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് എന്താണ്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഫ്രാഞ്ചൈസിങ് എടുക്കുകയാണ് ആര്, യദുസാർ എടുക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ഫ്രാഞ്ചൈസിങ് എടുക്കാമെന്ന് വയ്ക്കും. അപ്പോൾ എടുക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഡക്റ്റ് അവിടെ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിക്കോളും. എനിക്ക് വലിയ ചിലവില്ല. കാരണം അത് സെറ്റാക്കുന്നതും ബിൽഡിംഗ് സെറ്റാക്കുന്നതും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുന്നതും കംപ്ലീറ്റ് യദുസാറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് നോക്കുമ്പോൾ, ഫ്രാഞ്ചൈസറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ലെസ് എക്സ്പെൻസീവ് ആണ് അല്ലേ. ഇൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ദ ലൈസൻസി അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി മേക്ക് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെറ്റിംഗ് അപ്പ് അല്ലേ. അപ്പോൾ യദുസാറാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്, അവർക്കാണ് ചെലവ് വരുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് മോഡ് ഫോർ ദ ലൈസൻസർ. അതുകൊണ്ട് തന്നെ ലൈസൻസർക്ക് എനിക്ക് അത് സിമ്പിൾ ആയിട്ടുള്ള മോഡാണ്. പിന്നെ അതുപോലെ റിസ്ക് ഓഫ് ലോസ്, അതേപോലെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് അവിടേക്ക് വിൽക്കാൻ വേണ്ടി സാറിന് കൊടുത്തു. ഇനി ആ ബിസിനസ് നഷ്ടത്തിലാണോ ലാഭത്തിലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കിട്ടുന്ന റോയൽറ്റി എനിക്ക് കിട്ടും അല്ലേ, എനിക്ക് കിട്ടുന്ന സാധനം എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സിൻസ് നോ ലിറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് മെയ്ഡ് ബൈ ദ ലൈസൻസർ, അതായത് ഞാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈസ് നോട്ട് പാർട്ടി ടു ദ ലോസസ് ഇഫ് എനി ദാറ്റ് ഒക്കേസ് ഫോറിൻ ബിസിനസ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഭാഗമല്ല. പിന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ട് അല്ലേ. ബിസിനസ് ഇൻ ഫോറിൻ കൺട്രീസ് മാനേജ് ബൈ ദ ലൈസൻസി ഹു ഈസ് ലോക്കൽ പേഴ്സൺ. അതേപോലെ തന്നെ എനിക്ക് ഇന്ത്യയിലെ പൊളിറ്റിക്സ് വലിയ പിടുത്തം ഇല്ല, രാഷ്ട്രീയ പാർട്ടികളോ അങ്ങനത്തെ ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെന്നെ ബാധിക്കുന്നില്ല, ലൈസൻസറെ ബാധിക്കുന്നില്ല, ഫ്രാഞ്ചൈസറെ ബാധിക്കുന്നില്ല. അത് ലൈസൻസി അല്ലെങ്കിൽ യദുസാർ നോക്കിക്കോളൂ അല്ലേ, സെറ്റാക്കിക്കോളൂ. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ ഗ്രേറ്റർ മാർക്കറ്റ് നോളജ് ആയിരിക്കും. പിന്നെ യദുസാർ ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന ആളും, അതായത് ലൈസൻസി അല്ല എൻ്റെ അടുത്ത് എടുത്ത ആള് ലോക്കൽ മാർക്കറ്റ് ലോക്കൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ആ മാർക്കറ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാവും. അതായത് ഞാൻ ഇവിടെ അമേരിക്ക കിടക്കുന്ന ഞാൻ അവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ നോളജ് സാറിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സിൻസ് ലൈസൻസി ഓർ ഫ്രാഞ്ചൈസി ഈസ് ലോക്കൽ പേഴ്സൺ ഹി ക്യാൻ ഹാവ് എ ഗ്രേറ്റർ മാർക്കറ്റ് നോളജ് ആൻഡ് കോൺടാക്ട്. ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ടു ദ ലൈസൻസർ. ഇത് ആർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും? ലൈസൻസർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം എൻ്റെ പ്രൊഡക്റ്റ് ആണ് പോകുന്നത്. ഇൻ സക്സസ്ഫുള്ളി കണ്ടക്ടിങ് ഇസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണല്ലേ. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ട്രേഡ് മാർക്ക്, അതായത് ട്രേഡ് മാർക്കിന് പുറത്താണ് ഞാൻ കൊടുക്കുന്നത്. അതായത് എൻ്റെ സാധനം എൻ്റെ ട്രേഡ് മാർക്ക്, അതായത് എൻ്റെ സ്റ്റാർബക്സിൻ്റെ ട്രേഡ് മാർക്ക് ട്രേഡ് സീക്രട്ട് യൂസ് ചെയ്യാൻ ഞാൻ സാറിന് മാത്രമേ അവകാശം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരാൾ എൻ്റെ കയ്യിൽ ചെയ്യില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ ലീഗലി എനിക്കെതിരെ ആക്ഷൻ എടുക്കാം. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ സാറിന് അവരെ പഞ്ഞി കിട്ടുള്ളൂ അല്ലേ.
ഇപ്പോൾ സാറ് കഷ്ടപ്പെട്ട് റോയാലിറ്റി എടുത്തൊരു സാധനം വാങ്ങിയിട്ട് ഒരു പൈസ തരാതെ ചുമ്മാ വേറെ ആരെയും തുടങ്ങി കഴിഞ്ഞാൽ ആ ലൈസൻസ് തന്നെ അവരെ കൈകാര്യം ചെയ്തോളൂ അല്ലേ. ഓൺ അക്കൗണ്ട് ഓഫ് സ്ട്രിക്ട് ലോസ് ഇൻ ഫോറിൻ കൺട്രീസ് ഫേംസ് അതർ ദാൻ ദ ലൈസൻസി ഫ്രാഞ്ചൈസി കനോട്ട് മേക്ക് യൂസ് ഓഫ് സച്ച് ട്രേഡ് മാർക്ക് ഓർ പേറ്റൻസ്. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സാറിനെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയിട്ട് വിറ്റ് സാറിന് വേണമെങ്കിൽ സാറിൻ്റെതായ രീതിയിൽ ലാഭം ഉണ്ടാക്കാം അല്ലേ. അതായത് ലൈസൻസിക്ക് അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. അതായത് ഗെറ്റിംഗ് എക്സ്പീരിയൻസ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രാഞ്ചൈസ്ഡ് പ്രോഡക്ട്സ് ദ licensee or franchisee can start on his own identical product with the slight changes and the different brand name അല്ലേ. ഇപ്പം ഞാൻ KFC ആണ് സാറിന് കൊടുത്തതെന്ന് വിചാരിക്കും, സാറിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക MFC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ സാധനം ഉണ്ടാക്കിയിട്ട് ചാത്തൻ ഇറക്കിയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ നോ സീക്രസി ആണ് അല്ലേ, അതുകൊണ്ട് ട്രേഡ് സീക്രട്ട് നിൽക്കില്ല, കാരണം ഞാൻ സാറിനോട് ഷെയർ ചെയ്യേണ്ടി വന്നു. അതേപോലെ ഞാൻ കൊടുക്കുന്ന എത്രയോ രാജ്യങ്ങളിൽ ഞാൻ കൊടുക്കും ഇതുപോലെ, അവിടെയൊക്കെ ഞാൻ ട്രേഡ് സീക്രട്ട് കൊടുക്കണം അല്ലേ. സീക്രട്ട് ബീങ് ലോസ്റ്റ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ക്ലിയർ അല്ലേ? പിന്നെ ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് എൻ്റെ നിന്ന് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് പൈസ തരാമെന്ന് റോയാലിറ്റി തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സാധനമൊക്കെ മേടിച്ചുകൊണ്ടായത് അല്ലെ, എൻ്റെ ട്രേഡൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ചിലപ്പോൾ എനിക്ക് റോയാലിറ്റി തരാതിരിക്കാം, അക്കൗണ്ട്സ് ഒക്കെ മുക്കാം, കാശൊക്കെ മുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ പ്രശ്നം വരാം അല്ലേ. ദർ ആർ ചാൻസസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ ലൈസൻസർ ഫ്രാഞ്ചൈസർ ആൻഡ് ലൈസൻസി ഫ്രാഞ്ചൈസി. These may be relating to the maintenance of account, payment of royalty, non-adherence to quality of products അല്ലേ. അതായത് എൻ്റെ പ്രൊഡക്റ്റിന് ഏകദേശം ഒരു ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റി ഒന്ന് കീപ്പ് ചെയ്യാതൊക്കെ വേണമെങ്കിൽ വിൽക്കാം അല്ല, അതൊക്കെ പ്രശ്നമാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അത്രയാണ് ലൈസൻസിങ്ങിൻ്റെ ഫ്രാഞ്ചൈസിങ്ങിന് എന്ത് ലിമിറ്റേഷൻ വരുന്നത്. ഇനി ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് എന്ത് സംഭവമാണെന്നുള്ളത്? ഇതിൻ്റെ പേര് പറയാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ പേര് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇത് ഏത് ടൈപ്പ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇത് ടൈപ്പാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ പേര് കണ്ടിട്ട്? പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയാവോ? നിങ്ങളെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കും എന്നാണ് തോന്നുന്നത്. എടാ ഇത് കണ്ടിട്ട് ഇത് ഏത് ടൈപ്പാന്ന് മനസ്സിലാവുന്നുണ്ടോ? രണ്ടുപേരും കൈ കൊടുത്ത് രണ്ട് ബിസിനസ്സുകാർ തമ്മിൽ കൈ കൊടുത്തിട്ട് ഒരു പുതിയ സാധനം വന്നു. എന്താണത്? എന്താണ്? ജോയിന്റ് വെഞ്ചർ ആണ്. കറക്റ്റ് ജനറ്റ് പറഞ്ഞു. എന്താണ്? കറക്റ്റ് ജോയിന്റ് വെഞ്ചർ ആണ് അല്ലേ. രണ്ട് ബിസിനസ്സുകാർ ചേർന്നിട്ട് ഒരു പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ബിസിനസ്സിലേക്ക് ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടോ വരുന്നതാണ് അല്ലേ. ജോയിന്റ് വെഞ്ചേഴ്സ് ഇസ് ഓർഗനൈസേഷൻ ഫോം ബൈ മീൻസ് ഓഫ് എഗ്രിമെന്റ് അല്ലേ. എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? എഗ്രിമെന്റിന്റെ ബേസിൽ ബിറ്റ്വീൻ ടു ഓർ മോർ ബിസിനസ് ടു ജോയിൻ ടുഗെദർ ഫോർ എ കോമൺ പർപ്പസ് ഓർ എ മ്യൂച്വൽ ബെനിഫിറ്റ്സ് അല്ലേ. ഒരു കോമൺ പർപ്പസിൽ ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ ബിസിനസ്സുകാർ തമ്മിൽ ഒരു എഗ്രിമെന്റിന്റെ ബേസിൽ ഒന്നായി ചേരുന്നതാണ് ജോയിന്റ് വെഞ്ചർ എന്ന്. ഒന്നായി ചേർന്നിട്ട് ബിസിനസ് ചെയ്യുന്നതാണ്. A joint venture means starting a firm which is jointly owned by two or more otherwise independent firms അല്ലേ. joint venture comes into being in three major ways. മൂന്ന് രീതിയിൽ നമുക്ക് joint ventures തുടങ്ങാം. ഒന്നെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ലോക്കൽ ബിസിനസ് ലോക്കൽ ഫേമിൽ പോയിട്ട് വേണമെങ്കിൽ അതിൽ നമുക്ക് വാങ്ങിക്കാം, ഷെയർസ് വാങ്ങാം. അല്ലെങ്കിൽ ലോക്കൽ ഫേമിന് അത് ഡൊമസ്റ്റിക് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ഈ രാജ്യത്തുള്ള ഒരു ബിസിനസ്സിന് വേറൊരു രാജ്യത്തുള്ള ഒരു ഫേമിനെ വേണമെങ്കിൽ വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ ഷെയർസ് വാങ്ങിക്കാം എന്നാണ്. ഫുള്ളി വാങ്ങിക്കാമല്ല, ഷെയർസ് വാങ്ങിക്കാം. അല്ലെങ്കിൽ രണ്ട് ഫേമും കൂടെ ചേർന്നിട്ട് ഈ രാജ്യത്തുള്ളതും ഒരു ലോക്കൽ ബിസിനസ്സും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ലോക്കൽ ബിസിനസ് അതുപോലെ ഇൻ്റർനാഷണൽ ബിസിനസ്സും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതും ആകാം അല്ലേ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. ഫൈനാൻഷ്യൽ ബേർഡൻ എന്തായിരിക്കും? കുറവായിരിക്കും, കാരണം അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അതെന്താണ്? ഇൻവെസ്റ്റ് ദർ ഇസ് എ ലെസ് ഫൈനാൻഷ്യൽ ബേർഡൻ ടു ഇന്റർനാഷണൽ ഫേം അല്ലേ. അതായത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? ലാർജ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
പിന്നെ വിത്ത് വാസ്റ്റ് റിസോഴ്സസ് അറ്റ് ദെയർ ഡിസ്പോസൽ. അതായത് രണ്ട് ആൾക്കാർ തമ്മിൽ ചേരുമ്പോൾ, രണ്ട് കമ്പനികൾ തമ്മിൽ ചേരുമ്പോൾ ആ രണ്ട് കമ്പനികളുടെ റിസോഴ്സും കൂടിയാണ് ചേരുന്നത്. സോ വാസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഡിസ്പോസൽ ഉണ്ടാവും. ഫോമിംഗ് ജോയിന്റ് വെഞ്ചർ ലാർജ് പ്രോജക്ട്സ് റിക്വയറിംഗ് ഹ്യൂജ് ക്യാപിറ്റൽ ഔട്ട്ലേ ആൻഡ് ക്യാൻ ബി അണ്ടർടേക്കൺ. അതുകൊണ്ട് തന്നെ അവരുടെ കുറേ ഒരു വലിയ ബിസിനസ്സോ കാര്യങ്ങളോ എടുക്കാൻ അവർക്ക് പറ്റും. പിന്നെ ലോക്കൽ പാർട്ട്നേഴ്സിൻ്റെ നോളജ്, അതല്ല ഒരാൾ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇതായിരിക്കും. ഇപ്പോൾ ഐഡിയ VI എന്ന് പറഞ്ഞു, അതിൽ ഐഡിയ ഇന്ത്യൻ കമ്പനിയാണ്. VI എന്ന് പറയുന്നത് വോഡഫോൺ എന്ന് പറയുന്നത് ജപ്പാനാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, ഏതോ ഒരു പുറത്തുള്ള കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരാൾ നമ്മുടെ ആ ലോക്കൽ മാർക്കറ്റിനെ കുറിച്ച് നല്ല പിടുത്തമുള്ള ആളാകുമ്പോൾ അതെന്താണ് അവിടുത്തെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നല്ലതാണ് അല്ലേ. ഫോറിൻ ഫേം ബെനിഫിറ്റ്സ് ഫ്രം എ ലോക്കൽ പാർട്ട്നേഴ്സ് നോളജ് ഓഫ് ഹോസ്റ്റ് കൺട്രി വിത്ത് റെസ്പെക്ട് ദ മാറ്റേഴ്സ് സച്ച് ആസ് കോമ്പറ്റീറ്റീവ് കണ്ടീഷൻസ് കൾച്ചർ ലാംഗ്വേജ് പൊളിറ്റിക്കൽ ആൻഡ് ബിസിനസ് സിസ്റ്റം അല്ലേ. അതായത് ഇന്ത്യക്കാരുടെ പൾസ് അറിയാൻ വേണ്ടി ആർക്ക് പറ്റും? ഐഡിയക്ക് പറ്റും അല്ലേ. ആദിത്യ ബിർളേൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, ഐഡിയ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഷെയറിങ് റിസ്ക് കോസ്റ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് തന്നെ ഇവർ റിസ്ക്കും കോസ്റ്റും എല്ലാം ഇവർ പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. എൻറ്ററിങ് ഇൻ ടു ഫോറിൻ മാർക്കറ്റ് ഇസ് വെരി ക്ലോസ്ലി ആൻഡ് റിസ്കി കോസ്റ്റ്. ദിസ് ക്യാൻ ബി ഓവർകം ബൈ എൻറ്ററിങ് ഇൻ ടു ജോയിന്റ് വെഞ്ചർ ബൈ ഷെയറിങ് കോസ്റ്റും റിസ്ക്കും ഒക്കെ എന്ത് ചെയ്യും? ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്? നോ സീക്രസിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സീക്രട്ട് ഒന്നും വെക്കാൻ പറ്റില്ല. ഇപ്പം ഇപ്പോൾ വോഡഫോണിൻ്റെ സീക്രട്ടും ഐഡിയൻ്റെ സീക്രട്ടും അവർ പരസ്പരം കൈമാറേണ്ടി വരും. ഓക്കെ, ദർ ആർ ചാൻസസ് ഓഫ് ട്രേഡ് സീക്രട്ട് ബീയിങ് ലോസ്റ്റ്, ടെക്നോളജി ഡിസ്ക്ലോസ് ടു അതർ എക്സെട്ര കോസിങ് സിവിയർ ഡാമേജ് ടു ഫോറിൻ പാർട്ട്ണർ അല്ലേ. പിന്നെ അതേപോലെ തന്നെ ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റിനുള്ള പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഡ്യുവൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഡ്യുവൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്താണ് ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കഴിയുമ്പോൾ തല്ലിപ്പിരിയാൻ ചാൻസ് ഉണ്ട്. ലീഡ് ടു കോൺഫ്ലിക്റ്റ് വിത്ത് ദ റിസൾട്ട് ദാറ്റ് ദ വിൽ ബി ബാറ്റിൽ ഫോർ കൺട്രോൾ ഇൻ ഇൻവെസ്റ്റിംഗ് ഫേം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺട്രോളിൻ്റെ പേരിൽ അടി വീഴാൻ ചാൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ജോയിന്റ് വെഞ്ചർ വരുന്നത്. ഇനി ഇതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ രത്തൻ ടാറ്റ ഗ്രൂപ്പ്സ് എന്ത് ചെയ്തു? ജാഗോറൊക്കെ അവരെന്ന് വാങ്ങിച്ചു അല്ലേ. മൊത്തത്തിൽ വാങ്ങിച്ചു, ഇച്ചിരിയല്ല മൊത്തത്തിൽ അവർ വാങ്ങിച്ചു. അതിനെന്താ പറയുക? അതിനെന്താ നമ്മൾ പറയുക? ഇതൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയാ മൊത്തത്തിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഹോളായിട്ട് വാങ്ങിച്ചു, കംപ്ലീറ്റ്ലി അല്ലേ. ഹോളി ഓൺഡ് സബ്സിഡറീസ് എന്ന് പറയാം. ഇങ്ങനെ എന്ത് ചെയ്തു? രത്തൻ ടാറ്റ എന്ത് ചെയ്തു? ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ആയി അല്ലേ. അതായത് ജാഗോറുടെ മാർക്കറ്റ് അവർക്ക് കിട്ടി. ഒരു ഫോറിൻ കാറാണത് അല്ലേ, ഫോറിൻ ബിസിനസ്സിൻ്റെതാണത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഹോളി ഓൺഡ് സബ്സിഡറീസ് എന്ന് പറയും. ദോസ് കമ്പനീസ് വിച്ച് വാണ്ട് ടു എക്സസൈസ് ഫുൾ കൺട്രോൾ ഓവർ ദെയർ ഓവർസീ ഓപ്പറേഷൻ പ്രിഫർ ദിസ് മോഡ്. നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്പറേഷൻസ് നോക്കി അതിനനുസരിച്ച് കംപ്ലീറ്റ് വേണമെന്നാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് മാർഗ്ഗമാണ്. ഹോളി ഓൺഡ് സബ്സിഡറി ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കാല് വയ്ക്കാൻ ബെസ്റ്റ് മാർഗ്ഗമാണ്. വെൻ എ പാരന്റ് കമ്പനി acquires full control over foreign company by making 100% investment in its equity capital, such a company called wholly owned subsidiaries. അപ്പോൾ ഒരു ഫോറിൻ കമ്പനിയുടെ മുകളിൽ അതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 100%ഉം മറ്റൊരു കൺട്രിയിലെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോറിൻ കൺട്രീനെ പിന്നെ നമ്മൾ ഹോളി ഓൺഡ് സബ്സിഡറി എന്നാണ് പറയുക. ഓക്കെ, ആരുടെ ഷെയർസ് ആണോ വാങ്ങിച്ചത് അവർ നമ്മൾ ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറയും. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി ഉള്ള ഒരു കമ്പനീനെ വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഒരെണ്ണം തുടങ്ങാം. ഓക്കെ, ക്ലിയർ. രണ്ട് രീതിയിൽ ഹോളി ഓൺഡ് സബ്സിഡറി കിട്ടും. അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഫുൾ കൺട്രോൾ ആയിരിക്കും. ദ പാരന്റ് ഫേം ഇസ് ഏബിൾ ടു എക്സസൈസ് ഫുൾ കൺട്രോൾ ഓവർ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയിൽ അവർക്ക് അവരുടേതായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സീക്രസി ഉണ്ട് അല്ലേ, അത് മൊത്തത്തിൽ അവരുടെയാണ്. അപ്പോൾ അവരുടേതായ ഉണ്ടോ, സീക്രട്ട് ഒന്നും പുറത്തു പോയില്ല അല്ലേ. Since the parent company its own look after the entire operation of foreign subsidiary, it is not required to disclose the technology or trade secret to others അല്ലേ. മറ്റേ നമ്മൾ ജോയിന്റ് വെഞ്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരാളോട് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് അവരുടെ ട്രേഡ് സീക്രറ്റും മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി അതിൻ്റെതാണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ഫേമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു ചെറിയ ഫേം ആണെങ്കിൽ അവർക്ക് കൂടുന്ന പരിപാടിയല്ല എന്തെന്ന് പറയണത് ഈ ഹോളി ഓൺഡ് സബ്സിഡറി പരിപാടി. കാരണം നല്ല ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം.
Okay, no suitable for small and medium size firm which do not have enough fund with them to invest abroad. പിന്നെ നോ റിസ്ക് ഷെയറിംഗ് ആണ്. റിസ്ക് ഒന്നും അവിടെ ആരും ഷെയർ ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് തന്നെ എടുത്തോളണം. പാരന്റ് കമ്പനി അലോൺ ഹാസ് ടു ബെയർ ദ എൻറ്റയർ ലോസ്. പിന്നെ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്, ഹയർ പൊളിറ്റിക്കൽ റിസ്ക് ആണ് അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കറ്റ് അവിടുത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻ ഒന്നും നമുക്ക് അറിയില്ല. സോ നമ്മളെല്ലാം ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം. ഓക്കെ, അതാണ് അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ആദ്യത്തെ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ ഇതിൻ്റെ സാധ്യതകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാം, കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്ത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ആവാം. പിന്നെ അതുപോലെ ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് ചെയ്യാം, പിന്നെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ചെയ്യാം, പിന്നെ ഹോളി ഓൺഡ് സബ്സിഡറീസ് ഉണ്ട്. അപ്പോൾ ഹോളി ഓൺഡ് സബ്സിഡറീസിനെ കുറിച്ചും ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസും നെഗറ്റീവ്സും അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും നോക്കി, ലൈസൻസിങ്ങിൻ്റെ നോക്കി, കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിൻ്റെ നോക്കി, പിന്നെ നമ്മൾ ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ നോക്കി, അതേപോലെ തന്നെ നോക്കി ഹോളി ഓൺഡ് സബ്സിഡറീസ്. പിന്നെ നമ്മൾ പറഞ്ഞത് എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെയും നമ്മൾ നോക്കി. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുന്നത് പോലെ ഈസി അല്ല മറ്റൊരു രാജ്യത്ത് പോയിട്ട് സാധനങ്ങളും സേവനങ്ങളും വിൽക്കുക എന്ന് പറയുന്നത്. അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ. ഇവിടെ നിന്നൊരു സാധനം ഉണ്ടാക്കി അത് അവിടെ എത്തണമെങ്കിൽ, അവിടുത്തെ മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ അതിനു മുൻപ് ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്. എന്തൊക്കെയാണ് ആ ഒത്തിരി വലിയ കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? There are some formalities needed to be performed before the goods leave the boundary of a country and enter into another. Following sessions are devoted to the discussion of major steps that needed to be undertaken for completing export and import transaction. ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുമ്പോൾ ചെയ്യേണ്ട മേജർ ആയിട്ടുള്ള സ്റ്റെപ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരൂ നമുക്കതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ചെയ്യുക അല്ലേ. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലാണ് അല്ലേ. നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം, ആദ്യം എൻക്വയറി നടത്തണം അല്ലേ. അതായത് ഒരു ബയ്യർ നമ്മൾ വെറുതെ കയറ്റി അയക്കോ, ഓക്കെ എൻ്റെ കയ്യിൽ 2 ചക്കയുണ്ട് ഞാൻ വെറുതെ കയറ്റി അയക്കാം, അല്ല, നമുക്ക് ആവശ്യക്കാർ വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കയറ്റി അയക്കാം. അപ്പോൾ ആദ്യം ഒരു ബയ്യർ വന്ന് നോക്കൂ അല്ലേ. അതായത് പ്രോസ്പെക്റ്റീവ് ബയ്യർ ഓഫ് എ പ്രൊഡക്ട്സ് ആൻഡ് എൻക്വയറി ടു ഡിഫറെൻറ്റ് exporters. The exporters send a reply to the inquiry in the form of quotation referred to as a pro forma invoice അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിപ്പോൾ അമേരിക്കയിലുള്ള ആളാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ടത് നല്ല നാടൻ ചെറുപയർ കഞ്ഞിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് ചെറുപയർ കഞ്ഞി വേണം. അപ്പം ചെറുപയർ കഞ്ഞി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം നോക്കും. ഞാനാണ് ബയ്യർ അല്ലേ, ഞാനാണ് വാങ്ങിക്കുന്നത് അല്ലേ. ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ഇമ്പോർട്ടല്ല എക്സ്പോർട്ടല്ല, ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യണം അല്ലേ. എൻ്റെ രാജ്യത്തേക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് നിന്ന് ഞാൻ വാങ്ങിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നല്ല ചെറുപയർ കഞ്ഞി എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം രാജ്യങ്ങൾ എവിടെയാണ് നോക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ജിഷാമിസ് എന്ത് ചെയ്യുന്നുണ്ട്, കഞ്ഞി ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജിഷാമസായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണെന്ന് പറയുന്നു. അപ്പോൾ തിരിച്ച് ജിഷാമസ് എനിക്ക് എന്ത് ചെയ്യുന്നു, റിപ്ലൈ തരുന്നു. ആ റിപ്ലൈനെ നമ്മൾ കൊട്ടേഷൻ അല്ലെങ്കിൽ പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഞങ്ങളുടെ കഞ്ഞി, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ്, ഇന്നത് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിപ്ലൈ തരുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം, റെസീറ്റ് ഓർ ഓർഡർ, എനിക്കതെല്ലാം ഓക്കെ ആണ്, എല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം ദ പ്രോസ്പെക്റ്റീവ് buyer places an order for the goods to be dispatched. This order is also known as indent അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാം എനിക്ക് സെറ്റാണ്, എനിക്ക് കഞ്ഞി ഓക്കെ ആണ്, സെറ്റ്, എനിക്ക് ഇത്ര കഞ്ഞി വേണം എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു. എന്താക്കുന്നു, ഓർഡർ എത്രയാണോ ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യേണ്ടത് അത്രയും ഇതിൻ്റെത് കരാറ് കൊടുത്ത് എല്ലാം ഡീൽ ആക്കുന്നു. ഓക്കെ, കച്ചവടം ഉറപ്പിക്കുന്നു. അതിനെ നമ്മൾ ആ ഓർഡറിനെ നമ്മൾ ഇൻഡന്റ് എന്ന് പറയും. റെസീറ്റ് ഓഫ് ഇൻഡന്റ് എന്ന് പറഞ്ഞാലും റെസീറ്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഓർഡറിനെ നമ്മൾ ഇൻഡന്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ അസസിങ് ഇമ്പോർട്ട്സ് ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് സെക്യൂറിങ് ഗ്യാരണ്ടി ഫോർ പേയ്മെന്റ്. ഇപ്പം ഞാനങ്ങ് അമേരിക്ക കിടക്കുന്ന ഞാനാണ് മിസ്സിനോട് ഇത് പറഞ്ഞത്. അപ്പം മിസ്സിനൊരു സംശയം ഉണ്ടോ, ഞാനിപ്പോൾ കഞ്ഞിയൊക്കെ കയറ്റി അയച്ചിട്ട് പൈസ തരുമോ അല്ലേ.
അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് കാണിക്കേണ്ടതായിട്ട് ആവശ്യം വരും, എനിക്കിത് പേ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഫോർ എൻഷുറിംഗ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ഇമ്പോർട്ടർ മോസ്റ്റ് എക്സ്പോർട്ടർ ഡിമാൻഡ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ ജിഷാമസ് എന്ത് ചെയ്യുന്നു, എന്നോട് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കാണിക്കാൻ വേണ്ടി പറയുന്നു. സോ എൻ്റെ ബാങ്ക് എന്ത് ചെയ്യും, എൻ്റെ ബാങ്ക്, ഞാൻ ഇമ്പോർട്ടർ ആണ്, എൻ്റെ ബാങ്ക് ഇഷ്യൂ ചെയ്യും ലെറ്റർ ഓഫ് ക്രെഡിറ്റ്നെസ്. ആർക്ക്? ജിഷാമസിന് ഇമ്പോർട്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തോളും. പിന്നെ ജിഷാമസ് എന്ത് ചെയ്യണം, സാധനം കിട്ടി, ഓക്കെ, എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനം കിട്ടി, ഇനി എന്ത് ചെയ്യണം, ഇനി അതിന് വേണ്ട ലൈസൻസ് എടുക്കണം. അല്ല, വെറുതെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ സബ്ജക്ട് ടു കസ്റ്റംസ് ലോസ് വിച്ച് ഡിമാൻഡ് ദാറ്റ് എക്സ്പോർട്ട് ഫേം മസ്റ്റ് ഹാവ് ആൻ എക്സ്പോർട്ട് ലൈസൻസ്. എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം. ഓക്കെ, എക്സ്പോർട്ട് ലൈസൻസ് പറയുമ്പോൾ മസ്റ്റ് ഹാവ്, ഒരു എക്സ്പോർട്ടർക്ക് മസ്റ്റ് ഹാവ് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് വേണം, പിന്നെ ഡയറക്ടർ ജനറൽ ഫോറിൻ ട്രേഡ്, റീജിയണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് അതോറിറ്റി, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് എന്താണ് ലൈസൻസ് എടുക്കണം. പിന്നെ ഒബ്റ്റെയിൻ RCMC ഫ്രം ദ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ആൻഡ് രജിസ്റ്ററിംഗ് വിത്ത് ECGC, എക്സ്പോർട്ട് ക്രെഡിറ്റ് ആൻഡ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നൊക്കെ എന്ത് ചെയ്യണം, അവരുടേതായിട്ടുള്ള രീതിയിൽ രജിസ്ട്രേഷൻ കാര്യങ്ങൾ എടുക്കണം. ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അത് കഴിഞ്ഞ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി ജിഷാമസിൻ്റെ ബാങ്ക് ഉണ്ടാവും അല്ലേ, ബാങ്ക് വഴിയായിരിക്കും നമ്മൾ ഈ പരിപാടികളൊക്കെ നടക്കുക. അപ്പോൾ ജിഷാമസ് ഷിപ്മെന്റിന് മുൻപായിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ സെറ്റ് ആക്കണം. അതായത് ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദ എക്സ്പോർട്ടേഴ്സ് ബാങ്ക് ഫോർ പ്രൊക്യൂറിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് അതർ കോമ്പണൻസ് അല്ലേ. അതായത് എന്ത് ചെയ്യണം, നമുക്കിനി പണി തുടങ്ങണം അല്ലേ, അതായത് കഞ്ഞിയും ചെറുപയറിന് വേണ്ട പണി തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ കൊടുക്കണം. അത് ജിഷാമസിൻ്റെ ബാങ്ക് കൊടുത്ത് ഹെൽപ്പ്. ഇങ്ങനെയാണ്, എനിക്കിത് പോയി വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് അവർ ചെയ്യുന്നത്. ദ പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഇസ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് along with other export document to the export time അല്ലേ. ഇനി ഇങ്ങനെ പ്രീ ഷിപ്മെന്റ് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ഫിനാൻസ് ഒക്കെ എടുത്തതിൻ്റെ ഡോക്യുമെന്റ്സ് എപ്പോൾ കാണിക്കണം, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കൂടെ കൊടുക്കണം. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് പ്രൊസീഡ്സ് ടു ഗെറ്റ് ഗുഡ്സ് റെഡി ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഇമ്പോർട്ടർ. ഞാൻ പറഞ്ഞത് പ്രകാരമുള്ള കഞ്ഞിയും പയറും റെഡിയാക്കി തരുന്നു. പിന്നെ പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ നടക്കും അല്ലേ. ദ ഗവൺമെന്റ് ഹാസ് പാസ്ഡ് എക്സ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ. അതായത് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അറിയാം. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1963 എക്സ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു ആക്ട് പ്രകാരം വന്നിട്ട് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്യും. പിന്നെ എക്സൈസ് ക്ലിയറൻസ് ഉണ്ട്, കറക്റ്റ് തന്നെയാണോ ഇല്ല, കള്ളക്കടത്തൊക്കെ പോകുന്നുണ്ടോ നോക്കാൻ. ആഫ്റ്റർ ദിസ് എക്സൈസ് ക്ലിയറൻസ് ഇസ് ഒബ്റ്റെയിൻ ഫ്രം എക്സൈസ് കമ്മീഷണർ. But in many cases the government exempt payment of excise duty or later on returns അല്ലേ. അപ്പം നമ്മളിതിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് ചില സമയത്ത് ഫീ കൊടുക്കണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ വാങ്ങിച്ച ഫീസ് തിരിച്ച് നമുക്ക് തന്നെ റീഫണ്ട് ആവും. ഇന്ന ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സ്പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയും, ലേറ്റർ ഓൺ റീഫണ്ട് ഇഫ് ഇറ്റ് ഇസ് ദ ഗുഡ് സോ മാനുഫാക്ചർഡ് ആസ് മെന്റ് ഫോർ എക്സ്പോർട്ട് ആണെങ്കിൽ നമുക്കത് റീഫണ്ട് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ. ഇങ്ങനെ റീഫണ്ട് കിട്ടുന്നതിന്, ഇങ്ങനെ എക്സൈസ് ഡ്യൂട്ടി റീഫണ്ട് കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും, ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയും. ക്ലിയർ. നെക്സ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ കാണിക്കണം. അതായത് ഇമ്പോർട്ടർ, അതായത് ഞാൻ പറയുന്ന കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ജിഷാമസ് നമ്മൾ ഇന്ത്യൻ നല്ല കേരളത്തിൻ്റെ നാടൻ കഞ്ഞിയും ചെറുപയറാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണോ സാധനം, ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ വേണം, അവിടെ തന്നെയാണ് വരുന്നതെന്ന് അറിയണം അല്ലേ. ഫോർ അവൈലിംഗ് സം ബെനിഫിറ്റ്സ് ദ ഇമ്പോർട്ടർ മേ ആസ്ക് ദ എക്സ്പോർട്ടേഴ്സ് ടു സെൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. The certificate can be obtained from the trade consulate located in exporter's country. അല്ലേ, അതായത് ട്രേഡ് കോൺസുലേറ്റിൻ്റെ എവിടെയാണ്, അതായത് എക്സ്പോർട്ടേഴ്സിൻ്റെ കൺട്രിയിലെ അവിടെ നിന്നായിരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടുക. ഓക്കെ അല്ലേ, അതായത് സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ ട്രേഡ് കൺസുലേറ്റ് ലൊക്കേറ്റഡ് ഇൻ എക്സ്പോർട്ടേഴ്സ് കൺട്രി. ക്ലിയർ അല്ലേ. പിന്നെ റിസർവേഷൻ ഓഫ് ഷിപ്പിംഗ് സ്പേസ്. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സാധനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വേണം ഷിപ്പിൽ അല്ലേ. അപ്പോൾ ആ ഷിപ്പിലേക്കുള്ള സ്ഥലം നമ്മൾ എടുക്കണം. എക്സ്പോർട്ടിംഗ് ഫേം അപ്ലൈസ് ടു ദ ഷിപ്പിംഗ് കമ്പനി ഫോർ പ്രൊവിഷൻ ഷിപ്പിംഗ് സ്പേസ് അല്ലേ. അതായത് ഷിപ്പിംഗ് സ്പേസ്, എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എനിക്ക് ഇത്ര സ്ഥലം വേണം എന്ന് നമ്മൾ അവിടെ നിന്ന് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ. ഇനി
പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമൊക്കെ ആയിക്കഴിഞ്ഞ് സെറ്റ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് അതിന് വേണ്ടി പാക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഒക്കെ ജിഷാമസ് എന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്ത് തുടങ്ങുന്നു. ദ ഗുഡ്സ് ആർ ദെൻ പ്രോപ്പർലി പാക്ഡ് ആൻഡ് മാർക്ക് വിത്ത് നെസസറി ഡീറ്റെയിൽസ് അല്ലേ. അതായത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒന്നാമത് പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള ഇൻഗ്രീഡിയൻസ് കാര്യം അത് ഇത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഉണ്ടാവും. അതല്ലാതെ പുറമേയും നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്യണം. എത്ര ബോക്സ് എത്ര ഇതിലുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ളത് അല്ലേ. ദ എക്സ്പോർട്ടർ ദാൻ മേക്സ് നെസസറി അറേഞ്ച്മെന്റ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ടു ദ പോർട്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ജിഷാമസ് അല്ല എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നു, സാധനം പോർട്ടിലേക്ക് അയക്കുന്നു. പിന്നെ ഇൻഷുറൻസും എടുത്തു വെക്കും. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് എടുത്ത് വെക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ടാവും. മറ്റേത് എക്സൈസ് കഴിഞ്ഞു, ഇനി കസ്റ്റം ക്ലിയറൻസ് നോക്കണം. ഫോർ ഒബ്റ്റൈനിങ് കസ്റ്റം ക്ലിയറൻസ് ദ എക്സ്പോർട്ടർ പ്രിപ്പയർ എ ഷിപ്പിംഗ് ബിൽ അല്ലേ. അതായത് കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് എക്സ്പോർട്ടർ തയ്യാറാക്കുന്ന ബില്ലാണ് ഷിപ്പിംഗ് ബിൽ. It is the main document of the basis of which is the custom officer give permission for export അല്ലേ. ഒരു ബില്ല് തയ്യാറാക്കിയിട്ട് കസ്റ്റംസ് ഓഫീസർക്ക് കൊടുക്കും. എന്നിട്ട് കസ്റ്റം ഓഫീസർ സൈൻ ചെയ്ത് തരും. ഓക്കെ ഈ സാധനങ്ങൾ എന്ത് ചെയ്യാം, ഒക്കെ ക്ലിയർ ആണെങ്കിൽ പക്കാ ക്ലിയർ ആയി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാം, കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടും. ക്ലിയർ അല്ലേ. ഇനി 5 copies of the shipping bill along with the following documents are then submitted to the custom appraiser at the കസ്റ്റംസ് ഹൗസ് അല്ലേ. അപ്പം നേരത്തെ പറഞ്ഞ ഷിപ്പിംഗ് ബില്ല് ആരെ തയ്യാറാക്കുക, നമ്മൾ എക്സ്പോർട്ടർ ആണ്. അപ്പോൾ കസ്റ്റമർ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന ബില്ലിൻ്റെ കൂടെ വേറെയും കുറച്ച് ഡോക്യുമെന്റ്സ് വെക്കും അല്ലേ. എക്സ്പോർട്ട് കോൺട്രാക്ട്, എക്സ്പോർട്ട് ഓർഡർ കിട്ടിയതിൻ്റെത്, അതുപോലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ല ആളുടെ വർത്തിനെസ് കാണിക്കുന്ന ക്രെഡിറ്റ് വർത്തിനെസ് കാണിക്കുന്നത്, പിന്നെ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിന്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ നെസസറി ആണെങ്കിൽ പിന്നെ മറൈൻ ഇൻഷുറൻസ് പോളിസിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഷിപ്പിംഗ് ബില്ല് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ മെയ്ഡ് റെസിപ്റ്റ് കൊടുക്കണം. മെയ്ഡ് റെസിപ്റ്റ് തരുന്നത് ക്യാപ്റ്റൻ ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ ഷിപ്പിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും ഇത് തരിക, മെയ്ഡ് റെസിപ്റ്റ് തരിക അല്ലേ. ദ ഗുഡ്സ് ആർ ദെൻ ലോഡഡ് ഓൺ ദ ബോർഡ് ഓഫ് ഷിപ്പ് ഫോർ വിച്ച് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇഷ്യൂ എ ഡോക്യുമെന്റ് കോൾഡ് മെയ്ഡ് റെസിപ്റ്റ് അല്ലേ. മെയ്ഡ് റെസിപ്റ്റ് ടു ദ പോർട്ട് സൂപ്രണ്ടന്റ് അല്ലെ. പോർട്ട് സൂപ്രണ്ടന്റിനാണ് എന്ത് കൊടുക്കുന്നത്, മെയ്ഡ് റെസിപ്റ്റ് കൊടുക്കുക. ദ പോർട്ട് സൂപ്രണ്ടന്റ് ഓൺ receipt of port dues hand over make receipt of the exporter or his agent called അല്ലേ. എന്നിട്ട് ഈ മെയ്ഡ് റെസിപ്റ്റ് ആർക്കാണ് കൊടുക്കുക, പോർട്ട് സൂപ്രണ്ടിന് കൊടുത്തില്ലേ, ഈ സൂപ്രണ്ടിന് എന്ത് ചെയ്യും, ഈ മെയ്ഡ് റെസിപ്റ്റ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ജിഷാമസിന് അല്ലെങ്കിൽ ജിഷാമസിന്റെ ഒരു ഏജന്റ് ഉണ്ടാവും അല്ലേ, അവർക്കായിരിക്കും കൊടുക്കുക. ചിലപ്പോൾ എല്ലാം ജിഷാമസ് എല്ലാം ഓടി നടന്ന് ചെയ്യുക, ചിലപ്പോൾ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അല്ലേ. ക്ലിയർ, അവരെ നമ്മൾ അങ്ങനെ ഏജന്റിനെ നമ്മൾ വിളിക്കുന്നത് ക്ലിയറൻസ് ആൻഡ് ഫോർവേഡിങ് ഏജന്റ് എന്നാണ് പറയുക. ഇനി പേയ്മെന്റ് ഓഫ് റൈറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് ബിൽ ഓഫ് ലേഡിംഗ്. ബിൽ ഓഫ് ലേഡിംഗ് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതായത് ദ എക്സ്പോർട്ട് ഓർ C&F അല്ലെ, ക്ലിയറൻസ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റ്, ജിഷാമസിന്റെ ഏജന്റ് സറണ്ടേഴ്സ് ദ മെയ്ഡ് റെസിപ്റ്റ് ടു ദ ഷിപ്പിംഗ് കമ്പനി ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് റൈറ്റ്. നമുക്ക് എന്താണ് ഷിപ്പിൽ കൊണ്ടുപോകുന്നതിന്, അവരുടെ ഷിപ്പിലാണ് കൊണ്ടുപോകുന്നതിന്, അപ്പൊ അതിന് നമുക്ക് എന്താണ് കുറച്ച് നികുതി കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ. അപ്പൊ ആഫ്റ്റർ ദ റെസിപ്റ്റ് ഓഫ് റൈറ്റ് ദ ഷിപ്പിംഗ് കമ്പനി ഇഷ്യൂ ബിൽ ഓഫ് ലേഡിംഗ്. ബിൽ ഓഫ് ലേഡിംഗ് ഷിപ്പിംഗ് കമ്പനിയാണ് കൊടുക്കുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്, ഓക്കെ ഞങ്ങളുടെ ഷിപ്പ് സ്വീകരിച്ചു, അതായത് തെളിവാണ്, അതായത് ഈ ഷിപ്പിൽ ഈ സാധനം കൊണ്ടുപോകാം എന്നുള്ളതിന്റെ തെളിവാണ്. That as an evidence that the shipping company has accepted the goods for carry. In case the goods are being sent by air, the document called a airway bill. ഇത് നമ്മൾ ഷിപ്പിലാണെങ്കിൽ ബിൽ ഓഫ് ലേഡിംഗ്, അത് ഇനി കാർഗോ വഴിയാണ്, നമ്മൾ പ്ലെയിൻ വഴിയാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് എയർ ബില്ലെന്നും പറയും. ക്ലിയർ. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഇൻവോയ്സ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് അല്ലെ, നമുക്ക് കിട്ടേണ്ട പൈസയ്ക്ക് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യുക, അതിനാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ആൻ ഇൻവോയ്സ് ഓഫ് ഗുഡ്സ് ഡിസ്പാച്ച്ഡ് ഇസ് പ്രിപ്പയർഡ് ആൻഡ് ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ദ കസ്റ്റംസ് എല്ലാവരും കൂടെ അറ്റസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഓക്കെ ഇൻവോയ്സ് കൊടുക്കുന്നു, ഇൻവോയ്സ്. പിന്നെ പേയ്മെന്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്, അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലേ. പേയ്മെന്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതായത് നമുക്ക് പൈസ കിട്ടണ്ടേ, അതായത് ജിഷാമസിന് പൈസ കിട്ടണ്ടേ, ആ പേയ്മെന്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ജിഷാമസ് ആവണം എന്നില്ല വരുന്നത്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കാണിക്കും. അപ്പൊ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ള ആൾക്ക് എനിക്ക് പൈസ കൊടുക്കാം, ഇമ്പോർട്ടർക്ക് പൈസ കൊടുക്കാം, ഓക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കയ്യിൽ വെക്കുന്ന ആളൊരു ഓണർഷിപ്പാണ് കാണിക്കുന്നത്. ഓക്കെ ഇയാൾക്ക് ബില്ല് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ. അതിപ്പോൾ യദുസാറ പറഞ്ഞയക്കാൻ നോക്കി, അപ്പോൾ യദുസാറ കയ്യിലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടേക്ക് പേ ചെയ്യാം. After the shipment of goods, the exporter informed the importer about the shipment of goods and sent various documents to his bank with the instruction that these may be delivered to the importer after acceptance of bill of exchange. Bill of exchange is an order to the importer to pay a certain amount of money to or to the order of
a certain person or to the bearer of the instrument അല്ലേ. അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ആരുടെയാണോ കയ്യിലാണോ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ളത് കൊടുക്കുന്നത് എക്സ്പോർട്ടർ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, സർട്ടൈൻ മണി അല്ലെ, ഇമ്പോർട്ടർ എത്രയാണോ പറഞ്ഞത് ആ എമൗണ്ട് കൊടുക്കാം എന്ന് പറയുന്നതിൻ്റെ കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ ഇന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സാധനങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇൻവോയ്സ് ഉണ്ടാവും അല്ലേ. അത് സെല്ലറിന്റെ ബില്ലാണ്. ഡീറ്റെയിൽസ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഗുഡ്സ് ബീങ് എക്സ്പോർട്ട്, ഏത് ഗുഡ്സ് ആണ് കൊടുക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്ന എക്സ്പോർട്ട് ഇൻവോയ്സ് ഉണ്ടാവും. പിന്നെ പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാവും, എങ്ങനെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്, എത്ര കണ്ടെയ്നർ ഉണ്ട്, എത്ര രീതിയിലുണ്ട്, എത്ര കേസ്, അങ്ങനത്തെ രീതിയിലുള്ള ഡീറ്റെയിൽസ് അല്ലെ. നമ്പർ ഓഫ് കേസസ് ആൻഡ് പാക്സ് ആൻഡ് പ്രൊവൈഡിങ് ദ ബ്രേക്ക് ഡൗൺസ് ഓഫ് ഗുഡ്സ് കണ്ടെയ്ൻ വിത്ത് ഈച്ച് പാക്കിൽ, ഓരോ പാക്കിൽ എത്ര ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് പറയുന്ന പാക്കിംഗ് ലിസ്റ്റും ഉണ്ടാവും. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷനും ഉണ്ടാവും അല്ലേ. അത് ഇൻസ്പെക്ഷൻ കൗൺസിൽ വന്ന് നമ്മുടെതൊക്കെ സെറ്റാണ്, ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ഇത്രയാണ് ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ഷിപ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് മെയ്ഡ് റെസിപ്റ്റ്. മെയ്ഡ് റെസിപ്റ്റ് കൊടുക്കുന്ന ആരാന്ന് പറഞ്ഞു, കമാൻഡിങ് ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പിന്റെ, അതായത് ക്യാപ്റ്റൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടത്. അതായത് കാർഗോ സക്സസ്ഫുള്ളി ലോഡ് ചെയ്തു, ഇനി അത് പോകാം എന്നുള്ളതിന്റെ പറയുന്നതാണ്. ഇനി ഷിപ്പിംഗ് ബിൽ എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ദ ഫുൾ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ഗുഡ്സ് ദാറ്റ് ആർ ബീങ് എക്സ്പോർട്ട് അല്ലേ. ഏതൊക്കെയാണ് ഗുഡ്സ് പോകേണ്ടത് അതിന്റെ കംപ്ലീറ്റ് ഷിപ്പിംഗ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും സെറ്റ് ആയതിൻ്റെ. പിന്നെ ബിൽ ഓഫ് ലേഡിംഗ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡോക്യുമെന്റ് ആണ്. അതായത് ആ കമ്പനി, ആ ഷിപ്പിംഗ് കമ്പനി ഏറ്റെടുത്തു, ഗുഡ്സ് ഇനി മൂവ് ചെയ്യിക്കാൻ അവർ ഏറ്റെടുത്തു എന്ന് പറയുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് ദ ക്രൂഷ്യൽ ഡോക്യുമെന്റ് ദാറ്റ് ഷോസ് ദ ടൈറ്റിൽ ഓണർഷിപ്പ് ഓഫ് ടു ദ ഗുഡ്സ്. ഇറ്റ് ഇസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ബൈ ദ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതല്ലെങ്കിൽ നമ്മളെ കാർഗോ വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എയർവേ ആയിരിക്കും അല്ലേ. എയർലൈൻ വഴി പോവുകയാണെങ്കിൽ എയർലൈൻ കമ്പനി കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത്. പിന്നെ ഇൻഷുറൻസ് ഉണ്ടാവും. പിന്നെ കാർ ടിക്കറ്റ് ഉണ്ടാവും. കാർ ടിക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ടർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒന്നല്ല, നമ്മളുടെ എക്സ്പോർട്ട് കാർഗോ, അതിൻ്റെ പാക്കേജിങ്, പിന്നെ ഷിപ്പിംഗ് ബിൽ നമ്പർ എങ്ങനെയാണ്, പോർട്ട് ഏത് പോർട്ടിലേക്കാണ് പോകേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് എക്സ്പോർട്ടർ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് കാർ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എക്സ്പോർട്ട് പ്രൊസീജിയർ വരുന്നത്. ഇനി ഇമ്പോർട്ട് പ്രൊസീജിയർ ആണ്. ഇതൊക്കെ നമുക്ക് എന്തിനാണ്, എക്സ്പോർട്ട് പ്രൊസീജിയർ എന്ന് പറയുന്നത് കുറച്ച് വലിയ പ്രൊസീജിയറാണ്, നമുക്ക് കയറ്റി അയക്കുമ്പോൾ വരുന്ന പ്രൊസീജിയറാണ്. ഇനി ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, പർച്ചേസ് ചെയ്യണതാണ് അല്ലേ. പർച്ചേസ് അല്ലേ ചെയ്യണത്, അതിന് 10 പ്രൊസീജിയേഴ്സേ വരുന്നുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡ് എൻക്വയറി ഉണ്ടാവും. ഓക്കെ, ട്രേഡ് എൻക്വയറി അല്ലേ. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നടന്ന അതേ സംഭവം തന്നെ. ദ ഇമ്പോർട്ടിംഗ് ഫേം ഹാസ് ടു ഗ്യാദർ ഇൻഫോർമേഷൻ അബൌട്ട് ദ കൺട്രീസ് ആൻഡ് ഫേംസ് വിച്ച് എക്സ്പോർട്ട് ദ ഗിവൺ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ആരൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് എൻക്വയറി കൊടുക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, നമുക്ക് പ്രൊഫോമ ഇൻവോയ്സ് അല്ലെങ്കിൽ നമുക്ക് കൊട്ടേഷൻ തരുന്നു ഡീറ്റെയിൽസ് ആയിട്ട്. ക്ലിയർ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ഓഫ് ഇമ്പോർട്ട് ലൈസൻസ്. എക്സ്പോർട്ട് ചെയ്യാൻ ലൈസൻസ് വേണം എന്ന് പറയുന്ന പോലെ ഇമ്പോർട്ട് ചെയ്യാനും ലൈസൻസ് വേണം അല്ലേ. ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ജനറൽ ഫോറിൻ ട്രേഡോ അല്ലെങ്കിൽ റീജിയണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് അതോറിറ്റി ഇന്ത്യയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പറോ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ദിസ് നമ്പർ ഇസ് റിക്വയർഡ് ടു ബി മെൻഷൻ ഓൺ മോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ് അല്ലേ. ഈ നമ്പർ നമുക്ക് കിട്ടുന്ന ഈ കോഡ് എന്തായിരിക്കണം, ഒരുവിധം എല്ലാ ഇമ്പോർട്ടിൻ്റെതിലും മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്റ്റൈനിങ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ഇപ്പം ഞാൻ വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് അവിടുത്തെ കറൻസിയാണ് വേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അമേരിക്കയിലാണ്, ജിഷാമസ് എവിടെയാണ്, ഇന്ത്യയിലാണ്. അപ്പം ഞാൻ അമേരിക്കൻ ഡോളർ കൊടുത്തൊരു കാര്യമല്ല, ഞാൻ ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ഞാൻ ഇന്ത്യൻ റുപ്പിയിൽ കൊടുക്കണം അല്ലേ. സോ ഒബ്റ്റൈനിങ് ഫോറിൻ എക്സ്ചേഞ്ച് സാങ്ഷൻ ദ ഇമ്പോർട്ടർ ഹാസ് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ ഓതറൈസ്ഡ് ബൈ RBI അല്ലേ. ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ളൊരു കമ്പനിയാണ് ഒരു വിദേശത്ത് നിന്ന് സാധനം ഇമ്പോർട്ട് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ RBI ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ബാങ്ക് വഴിയായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം, പ്ലേസിങ് ഇൻറ്റൻറ്റ്, അതിനുശേഷം ഓർഡർ കൊടുക്കുക അല്ലേ. ദ ഇമ്പോർട്ടർ പ്ലേസ് ആൻഡ് ഇമ്പോർട്ട് ഓർ order or intent with the export for supply of this specified product അല്ലേ.
പിന്നെ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടത് അതിൻ്റെ ഓർഡർ നമ്മൾ സ്ഥിരീകരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്നെസ് അല്ലേ, ഇമ്പോർട്ട് ചെയ്യുന്ന ആളുടെ എന്താണ് അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് കാണാൻ വേണ്ടിയിട്ട് ബാങ്ക് സപ്ലയർക്ക് എന്ത് ചെയ്യണം, ബാങ്ക് കൊടുക്കണം, ഇമ്പോർട്ടറുടെ ബാങ്ക് കൊടുക്കണം. പിന്നെ ഫിനാൻസ് അറേഞ്ച് ചെയ്യണ്ടേ, ദ ഇമ്പോർട്ടർ ഷുഡ് മേക്ക് അറേഞ്ച്മെന്റ് ഓഫ് അഡ്വാൻസ് ടു പേ ദ എക്സ്പോർട്ടർ ഓൺ അറൈവൽ ഓഫ് ഗുഡ്സ് അറ്റ് ദ പോർട്ട്. ആ പോർട്ടിൽ സാധനങ്ങൾ വരുന്ന സമയത്ത് പൈസ കൊടുക്കണം, അപ്പോൾ അതിന് വേണ്ട പൈസ എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ റെസീറ്റ് ഓഫ് ഷിപ്മെന്റ് അഡ്വാൻസ് അല്ലേ, ഷിപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് കാര്യങ്ങൾ ഉണ്ടാവും, അതിന് നമ്മൾ കുറച്ച് പൈസ ആർക്ക് കൊടുക്കണം, എക്സ്പോർട്ടർക്ക് കൊടുക്കണം. ക്ലിയർ അല്ലേ? പിന്നെ റിട്ടയർമെന്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ് അല്ലേ, അതായത് പിന്നെ ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ദ ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ ദ പേർപ്പസ് ഓഫ് ഗെറ്റിംഗ് ഡെലിവറി ഈസ് നോൺ ആസ് റിട്ടയർമെന്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിലാണ് നമുക്ക് സാധനമൊക്കെ റിലീസ് ആവുക അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിട്ടയർമെന്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, ഡെലിവറി സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. Here the bank hand over the import document to the importer അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടാവും, ഇമ്പോർട്ടറുടെ ബാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഡെലിവറി ടൈമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഇമ്പോർട്ടറുടെ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടർക്ക് കൊടുക്കുന്നു, എന്നിട്ട് അവർക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ റിലീസ് ചെയ്യണ്ടേ, കിട്ടിയില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അറൈവൽ ഓഫ് ഗുഡ്സ്, the person in charge of the ship അല്ലെങ്കിൽ airway inform the officer in charge at the dock port about the arrival of goods അല്ലേ. പിന്നെ ഗുഡ്സ് വരുന്ന കാര്യം ആരാണ് ചുമതലയുള്ളത്, അവരെന്ത് ചെയ്യുന്നു, നമ്മൾ പോർട്ടിലാണെങ്കിൽ പോർട്ടിൽ അവിടേക്ക് ഇൻഫോം ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അറൈവൽ ഓഫ് ഗുഡ്സ് ഇൻ ദ ഇമ്പോർട്ടിംഗ് കൺട്രി ത്രൂ എ ഡോക്യുമെന്റ് കോൾഡ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് അല്ലേ. അവർ കോൺടാക്ട് ചെയ്യുന്ന കോൾ വിളിച്ചിട്ട് ഹലോ വരാനായേ എന്ന് പറയാൻ മാത്രമല്ല, ഇതിനൊക്കെ എന്ത് വേണം, ലീഗലി ആണ് പോകുന്നത്, അപ്പോൾ കറക്റ്റ് ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ വേണം, അപ്പോൾ ഡോക്യുമെന്റ് ആയിട്ട് വേണം. അപ്പോൾ ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ത്രൂ ആയിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇനി അവസാനത്താണ് കസ്റ്റംസ് ക്ലിയറൻസ് ആൻഡ് റിലീസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇനി എന്ത് ചെയ്തു, സാധനം എൻ്റെ കയ്യിൽ കിട്ടി, ഇനി എനിക്ക് പെട്ടെന്ന് വെച്ചിട്ട് എനിക്കത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, പകരം അവിടെ കുറച്ച് ചിരി ലീഗൽ ഫോർമാലിറ്റീസ് വരുന്നുണ്ട്. ഇമ്പോർട്ടർ ഫിൽ എ ഫോം കോൾഡ് ബിൽ ഓഫ് എൻട്രി ഫോർ അസസ്മെന്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ കസ്റ്റം ഡ്യൂട്ടിക്ക് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു ബിൽ ഓഫ് എൻട്രി തയ്യാറാക്കണം ഇമ്പോർട്ടർ. ഓക്കെ, കസ്റ്റം ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവർ ചെക്ക് ചെയ്യണം പ്രൊഡക്ട്സ്. ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ദ ഇമ്പോർട്ട് ഡ്യൂട്ടി ദ ബിൽ ഓഫ് എൻട്രി ഹാസ് ടു ബി പ്രസന്റഡ് ടു ദ ഡോക്ക് സൂപ്രണ്ടന്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, കസ്റ്റം ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബിൽ ഓഫ് എൻട്രി ചെയ്തു. ആ ബിൽ ഓഫ് എൻട്രി ചെയ്തു, നമ്മൾ കസ്റ്റംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ അകത്തായിരിക്കും, ആ ഫോമിൻ്റെ അകത്തായിരിക്കും അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവുക കസ്റ്റംസുകാർ. അത് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ക് സൂപ്രണ്ടന്റിന് കൊടുക്കും. ഓക്കെ, അവരെന്ത് ചെയ്യും, ആഫ്റ്റർ ഹിസ് എക്സാമിനേഷൻ ആ ഡോക്ക് സൂപ്രണ്ട് എന്ത് ചെയ്യുന്നു, എക്സാമിനേഷൻ ചെയ്യുന്നു, അതിനുശേഷം ഹാൻഡഡ് ഓവർ ടു ദ പോർട്ട് അതോറിറ്റി, എന്നിട്ട് പോർട്ട് അതോറിറ്റിക്ക് കൈമാറും. അതിനുശേഷം ആഫ്റ്റർ റിസീവിങ് നെസസറി ചാർജസ് അല്ല, അവിടെ നമുക്ക് കുറച്ച് പൈസ കാര്യങ്ങൾ കൊടുക്കാനുണ്ടാവും, ആ പൈസ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം പോർട്ട് അതോറിറ്റി പറയുന്നു ഓക്കെ സാധനങ്ങൾ റിലീസ് ചെയ്തോളൂ എന്നുള്ള ഓർഡർ കൊടുക്കുന്നു, അങ്ങനെ സാധനം നമ്മുടെ കൈമ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് പ്രൊസീജിയർ ഫിനിഷായി. ഓക്കെ, മറ്റേത് നമുക്ക് 17ഓളം സ്റ്റെപ്പുകൾ വരുന്നുണ്ട് എക്സ്പോർട്ടിങ്ങിൽ. ഇമ്പോർട്ടിങ്ങിൽ 10 സ്റ്റെപ്പുകളാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ മേജർ ഡോക്യുമെന്റ് യൂസ്ഡ് ഇൻ ഇമ്പോർട്ട് ട്രാൻസാക്ഷനിൽ ഉപയോഗിച്ച മേജർ ഡോക്യുമെന്റ്സ് ആണ് ട്രേഡ് എൻക്വയറി അത് നടക്കും, പിന്നെ പ്രൊഫോമ ഇൻവോയ്സ് അല്ലേ കൊട്ടേഷൻ കിട്ടുന്നത്, പിന്നെ ഇമ്പോർട്ട് ഓർഡർ അല്ലെങ്കിൽ ഇൻഡന്റ് ഓർഡർ നമ്മൾ കൊടുക്കും, കൊട്ടേഷൻ കിട്ടുന്നതനുസരിച്ച് ഓർഡർ കൊടുക്കുന്നു, പിന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കാണിക്കും, ക്രെഡിറ്റ് വർത്തിനെസ് കാണിക്കാൻ, പിന്നെ എയർവേ ബില്ല് ഉണ്ടാവും അല്ലെങ്കിൽ ബിൽ ഓഫ് ലേഡിംഗ് ആയിരിക്കും അല്ലേ, പിന്നെ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് അല്ലേ, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ജനറൽ മാനിഫെസ്റ്റ് ഉണ്ട്, എപ്പോഴാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്, പിന്നെ ഷിപ്മെന്റ് അഡ്വൈസ്, ബിൽ ഓഫ് ലേഡിങ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡോക്ക് ചലാൻ, ഇത്രയും കാര്യങ്ങൾ അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് സാധനം വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ് ചെയ്ത സാധനം നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? സെറ്റ് കഴിഞ്ഞു. സെറ്റ്. ഇത്രയും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. സിമ്പിൾ ചാപ്റ്ററാണ്, ഒരുപാട് ബുദ്ധിമുട്ടി പഠിക്കാനുള്ള ഒന്നും തന്നെ ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? സെറ്റാണോ?
ഒന്ന് പറഞ്ഞേടാ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ, ചാപ്റ്ററിനെ വെച്ചത് 4 മാർക്ക് വരുന്നുള്ളൂ കേട്ടോ. സാക്കി താങ്ക് യു. ഓക്കെ, സെറ്റാണോ? മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കണം, തീർച്ചയായിട്ടും ഇരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി അധികം സമയം വേസ്റ്റ് ചെയ്ത് കളയാനില്ല. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സമയം അധികം കളയണ്ട, 1500 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് കേട്ടോ നോട്ട് ഇടുക. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലെ കമ്മ്യൂണിറ്റിയിലാണ് നോട്ട് ഇടുക. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇരുന്ന് പഠിക്കുക, നന്നായിട്ടിരിക്കുക. സമയം ഇനി വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. ടാറ്റ, ബൈ ബൈ, സീ യു.